ഹായ് ഫ്രണ്ട്സ്, ഹലോ. ഹലോ, ടീച്ചറിന്റെ വീട്ടിലാണ് കേട്ടോ ഇന്ന്. ഹായ്, സുഖല്ലേ? ദൈവമേ, ഡ്രസ്സൊക്കെ ഓക്കെ തന്നെയല്ലേ? ഇതിൽ കൂടെ കാണാൻ പറ്റുന്നില്ല. ടീച്ചറിന്റെ വീട്ടിലാ. ഇതാ ടീച്ചർ. ഹായ്, ഞാൻ രാജ. ഹായ്. ഓക്കെ, ടീച്ചർ. ക്ലിയർ അല്ലേ? ശരിക്കും വരട്ടെ. ശരി, ഓക്കെ. സാപ്പിങ് ഫുഡ് കഴിച്ചു. വാടാമുല്ല കഴിച്ചു. മുരുകൻ ഹായ്. ഹായ് പ്രഭു, ഹലോ. ഫോൺ ഇവിടെ വെക്കാനുള്ള ഒരു സംവിധാനമില്ല. കാരണം വെക്കാൻ പറ്റും, ചാർജ് ഇല്ല കേട്ടോ, അതാണ് പ്രശ്നം. ഇപ്പോ അന്നോ വാടാമുല്ല. ഓ, കാണുന്നുണ്ടല്ലോ. അവനത് പിടിക്കേ, ഫോണ് പിടിച്ചിട്ടോളെ, പിടിക്കേ. സംസാരിക്കേ. അവരൊരു പേരുണ്ടല്ലോ, എനിക്കറിയത്തില്ല പേരെന്താണ്. എന്റെ പേരുണ്ട് പിണക്കം. എനിക്കത്ര പരിചയം. അതൊക്കെ നമ്മളെ കാണും ഓടുന്ന. എന്താ സംസാരിച്ചോളൂ. ഇല്ല, നീ സാപ്പിടില്ലേ നോമ്പ്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. നിങ്ങൾ സംസാരിക്കും. പ്ലീസ് നിങ്ങൾ സംസാരിക്കും. ശരി, ആയിക്കോട്ടെ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഫിനിഷ് യുവർ ലഞ്ച്. சாப்பிட்டீங்க? நீங்க சாப்பிட்டீங்களா? என்ன ஃபுட் சாப்பிட்டீங்க? சாப்பாடு കഴിഞ്ഞു. എന്താ തരാ? മുട്ടായി ഉണ്ടാ? മുട്ടായി കൊടുക്കാനും മുട്ടായി വേണം. മിഠായി പ്രേം കിഷോർ ന്യൂ ഫ്രണ്ട്. ന്യൂ ഫ്രണ്ട്. മുട്ടായി തീർന്നു, നമുക്ക് പോകുമ്പോ വാങ്ങിക്കാം. മ്യൂട്ട് ഇട്ടിട്ട് ഇത് ബലക്കി എടുത്തിട്ട്. പ്രേം കിഷോർ, സെന്തിൽകുമാർ. ടീച്ചർ പറ്റില്ലേ? പേടിയാണോന്ന്. എന്ത്? ഇല്ലില്ല. നല്ല പിടിക്കുമെന്ന് ഞാൻ ഒന്ന് ശരിയാക്കിട്ട് വരാം. അതുവരെയ്ക്കും നിങ്ങൾ വായിക്കുന്നത്. വീട്ടിക്കറിയാ ഇതില് ഇതൊക്കെ പറയുന്ന കമന്റ്സ്. എന്താ പേര്? മോളുടെ മിഠായി ഉണ്ടാവുന്നില്ല. ആ മിഠായി എവിടെ ഉണ്ട് നോക്കിയൊക്കെ. അതിനാണ് വേണം പറയണത്. എന്താ പേര്? റോണിഷ. റോണിഷ, റോണിഷ. കൊടുക്കി മുട്ടായി ഉണ്ടാ? അവിടെ നമുക്ക് നമ്മുടെ ലൈവായിട്ട് കിട്ടും അവർക്ക്.
ഇതെന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. സുഖം തന്നെ. എനിക്ക് വയ്യ. ചേച്ചിന്റെ ഒരു നാണം. എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നു. മലയാളിയാണോ ടീച്ചർ? അതേ ഏട്ടാ. ഇതാരാണ് ആൾ മനസ്സിലായില്ല. ടീച്ചറാണ്, വീട്ടിന്റെ അടുത്തിലെ ചേച്ചിയാണ്, മലയാളി ചേച്ചിയാണ്, മലയാളമാണ്. ഇതാരാണ് പുതിയ ഒരാള്? രമേശ് നാച്ചുറൽ ബ്യൂട്ടിന്ന്. അതെ, ഞങ്ങള് രണ്ടുപേരും നാച്ചുറൽ ബ്യൂട്ടിയാണ്. പക്ഷെ ചേച്ചിയാണ് കളർ കൂടുതൽ. എന്റെ ഈ ഫോണും നിൽക്കുന്നില്ലല്ലോ. അതാ ഓക്കെ, ഭാഗ്യം ഇന്നെ നിൽക്കുന്നു. അനിത മോളെ ഇതാരാണ് ചോദിക്കുന്നു. ശരത്തേട്ടാ, വീട്ടിന്റെ അടുത്തിലെ, അയ്യോ വീട്ടിന്റെ അടുത്തിലെ ചേച്ചിയാണ്, ട്യൂഷൻ ടീച്ചറാണ് നമ്മുടെ. ട്യൂഷൻ ടീച്ചർ മാത്രം പറയാതെ ഫോണൊന്ന് സെറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാ നോക്കണ്ട. ടീച്ചർക്ക് കുട്ടി കിട്ടിയപ്പോൾ എന്നെ മറന്നോ? മെസ്സേജ് വായിച്ചില്ല. അയ്യോ, ഞാനിപ്പോ ഇവിടെ ഈ ഫോൺ നിർത്താനുള്ള ഒരു പരിപാടിയിലാണ്. ഇതിപ്പോ എവിടെയാ നിർത്താന്നൊരു കട്ട് ചെയ്യാൻ പറ്റില്ല. ഐഡിയ തന്നെ മൂളെ വേല ചെയ്യണം പറഞ്ഞ പോലെ. എനിക്ക് സാപ്പിടില്ല, ഞാൻ നോമ്പെടുത്തിരിച്ച്. നോമ്പാണ് അത്ര ടീച്ചർ. ഹിന്ദു, ആക്ച്വലി ഹിന്ദു. അനിത എവിടെ? ഒന്ന് മുഖം കാണിക്കുക. സാജനേട്ടാ, മുഖം കണ്ടോ ഏട്ടാ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. ശക്തി ഹായ്. വിജയ ഓരോരുത്തരായിട്ട് വരില്ല. രാമസ്വാമി ഗുഡ് ഈവനിങ്. വിജയ് തട്ടാതെ കേട്ടോ, കാലോട് തട്ടരുത്, താഴെ വീണു ഫോണ്. പുതിയ ആളെന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കി. പ്രവീണേട്ടാ, അമ്പിളി എന്നാണ് പേര്. അതെ, കഴിച്ചു ഏട്ടാ. ബിനോയ് ഏട്ടാ കഴിച്ചു. ഫോണൊന്ന് ശരി. അയ്യോ ഏത് നോമ്പ് മുറി എന്തോ പറഞ്ഞു. അമ്പിളിയെ മാത്രമേ കാണുന്നുള്ളൂ. അതേല്ലേ, എന്ത് ചെയ്യാനാ ഇവിടെ ഫോണ്. ഇപ്പൊ ശരി. ഇപ്പൊ ഓക്കെയാണ്. എന്നെ കാണുന്നില്ലേ? കുറച്ച് ഇങ്ങനെ ഈ ചെയറും കസേര. ബിനിൽ കുമാരേട്ടാ, അനിതക്കുട്ടി കഴിച്ചോ? പുതിയ ആളാരാണ്? ടീച്ചറാണ് ഏട്ടാ. രാമസ്വാമി. അയ്യോ, ടീച്ചർ ഒന്നും വിളിക്കാതെ. അതെ, അമ്പിളി എന്നാണ് പേര്. ശരി, ടീച്ചറൊന്നും വിളിക്കുന്നില്ല. ടീച്ചർ പൊളിയാണ്. ഓക്കെ ഏട്ടാ. രാമസ്വാമി ഗുഡ് ഈവനിങ്. என்னோட கமெண்ட் ரெஸ்பான்ஸ் பண்ணலே அப்பா. ஐயோ நான் பார்க்கலீங்க, சாரிங்க. கரூர் ഹായ് ഗുഡ് ഈവനിങ്. സാജനേട്ടാ, നമ്മളെ ഒന്നും വേണ്ട, അതാ രാത്രി ലൈവിൽ ഇന്ന് വരും. ഹായ് അനിക്കുട്ടി, എന്താണ് ജലദോഷം പിടിച്ചോ? ഇല്ലേട്ടാ, ഇല്ലേട്ടാ. ഇത് ടീച്ചറാണോ? അതേ, കമലേട്ടാ ടീച്ചറാണ്. അമ്പിളി എന്നാണ് പേര്. എല്ലാവരും അമ്പിളിന്നൊന്ന് വിളിച്ചാൽ മതി. ടീച്ചർ. സെന്തിൽ കുമാർ ഹായ് അനി. യെല്ലോ ചുടിദാർ സൂപ്പർ ഡാ. താങ്ക് യു സെന്തിൽ കുമാർ. മുഖത്ത് തെളിച്ചം കാണുന്നു, അറിയാം. അമ്പിളി മാമൻ അന്നാണ് ടീച്ചർ ആണെന്ന് ടീച്ചർ. കുറച്ചുകൂടി അടുത്തിരിക്കെ രണ്ടുപേരും. ഹായ് അമ്പിളി ടീച്ചർ. അയ്യോ, എന്റെ ഫോണില് ചാർജ് ഇല്ലാത്തുള്ള പ്രശ്നമാണ്. ഇല്ലെങ്കിലും ഫോൺ കട്ടായി എവിടെയെങ്കിലൊക്കെ വെക്കായിരുന്നു.
ചക്കര ഫുഡ് കഴിച്ചോ? കഴിച്ചു കേട്ടാ പറയട്ടാ. ഇന്ന് കൂട്ടിന് ആളായല്ലോ, കൊള്ളാം മോളെ. എന്റെ കൂട്ടുകാരിയും കൊള്ളാം. കൂട്ടുകാരിയും കൊള്ളാം. എന്തെങ്കിലുമൊക്കെ വർത്തനം പറയേ, അതിനെ കുറിച്ച് മനസ്സിലായില്ല കാര്യമാണ്. അന്നൊക്കെ അന്ന് നന്നായിട്ട് വർത്തനം പറഞ്ഞു പറ്റി. എല്ലാം നൈസ്, സൂപ്പർ, ഗുഡ് ലുക്കിംഗ്. താങ്ക് യു മുഹമ്മദ് ഏട്ടാ. മുകുന്ദൻ ഹായ്. ടീച്ചർക്ക് ഒരു ഹായ്, ടീച്ചർക്ക് ഒരു ഹായ് പറയും അല്ലെ? പരവാല്ലേ. റൈറ്റ് പാക്കലാം. അന്നമ്മോ 4 മെസ്സേജ് അയച്ചു, ഒന്നും കണ്ടില്ല. അയ്യോ ഞാൻ കണ്ടില്ല ഏട്ടാ. ഇനി എന്താ ദിവസം 2 പേരും വരണം. ഇനി എല്ലാ ദിവസവും 2 പേരും വരണം. അത് അമ്പി ടീച്ചർ എവിടെയാണ് താമസം? നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് ഏട്ടാ. ലണ്ടൻ പോണു, ലണ്ടൻ പോണു. ലണ്ടൻ പോവാണത്ര. അതോ എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ ലൈവില് പറയുന്നു. ഇല്ലല്ല ടീച്ചർ ഷിജു ഏട്ടാ. ഓക്കെ. ഞാൻ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വരുന്നു. ടീച്ചറെ വിഷയം എന്താണ് ചോദിക്കുന്നത്? 2 പേരും ഭക്ഷണം കഴിച്ചോ ചോദിക്കുന്നു. ഞാൻ കഴിച്ചു ഏട്ടാ. ശരത്തേട്ടാ ഞാൻ കഴിച്ചു. പൊളി തന്നെ. എന്താ വിശേഷം? നല്ല വിശേഷം ഏട്ടാ. ലണ്ടൻ പോകണ്ട. ഇവിടെ വരും. ഇപ്പൊ എവിടെയാ ഉള്ളത്? വീട്ടിലാണ് ഏട്ടാ. ഞാന് ട്യൂഷൻ ടീച്ചറിന്റെ വീട്ടിലാണ് ഇന്ന്. ഇപ്പൊ അമ്പിളി ചേച്ചിന്റെ വീട്ടില്. അമ്പിളി ചേച്ചിന്ന് വിളിക്കലായിരുന്നു. അതെ അമ്പിളി ചേച്ചി. അമ്മ നമസ്തേ. ടീച്ചർ കേരളത്തിൽ എവിടെയാണ് ചോദിക്കുന്നു വിനിൽ കുമാറേട്ടെ. എന്താണ് കേരളത്തിൽ? മായനൂർ. പഠിച്ചത് സെന്റ് തോമസ് ഹൈ സ്കൂൾ. എനിക്ക് ഗുഡ് ഫ്രണ്ട്സ് നിറയെ പേരുണ്ട്. എന്റെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടം. എനിക്കും അതെ. ഞാനിന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ വരുന്ന. അറിയില്ല എനിക്കിത് ഫസ്റ്റ് ടൈമില്ല. എനിക്ക് അറിയുന്നില്ല എന്താന്ന് നോക്കുമ്പോ. ആരൊക്കെ ഉള്ളതൊന്നും അറിയില്ല. ആ വീട് അടുത്ത് തന്നെ. ടീച്ചറും വല്ലതും കഴിക്കാൻ തന്നോ? ഇല്ലല്ല, സ്കൂളിൽ ഞാൻ കഴിച്ചിട്ടാ വന്നത്. ആരുടെയും പാലക്കാടിന് പോരും. ഞാൻ ഒറ്റപ്പാലം മായനൂരാണ്. മായനൂർ. ഇല്ല, 2016 നാട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചു. അച്ഛൻ ഡെത്തായപ്പോ തന്നെ പിന്നെ വന്നില്ല. പിന്നെ അമ്മയും ആങ്ങളെയും മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് 3 അറ്റാക്ക് കഴിഞ്ഞു. അപ്പൊ ഏട്ടൻ ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു മനസ്സ് 2 ദിവസം ഒരു ഡിസ്ട്രാക്റ്റാണ്. എല്ലാം ആലോചിച്ചിട്ട് ഹാപ്പി ആവണം. 2 ദിവസം കഴിയട്ടെ. ഇല്ല, നാട്ടിലേക്ക് തിരിക്കും. മക്കളുടെ പഠിത്തം കഴിഞ്ഞ് തിരിക്കും. എന്നറിയില്ല, അങ്ങനെ പറയുന്നു. ഒറ്റയ്ക്ക് ഇവിടെ പറ്റില്ല. കൂട്ടുകാരുടെ പേര്, എൻ്റെ പേര് വിളിപ്പേര് ഒന്നും വിചാരിക്കണ്ട, വൈറ്റ് ബേബി. പിന്നെ എൻ്റെ പേര് അമ്പിളി. ശരിക്കും ഇടാൻ വെച്ച പേര് ശകുന്തള. അങ്ങനെയാണ്. மணி சாப்பிட்டீங்க? സൂപ്പർ കഴിഞ്ഞു. നിങ്ങൾ എവിടെയെങ്കിലും പൊങ്കാല ഇട്ട് ഇരിക്കുകയാണോ? പൊങ്കാലയാ? എന്ത് പൊങ്കാല? അനു ടീച്ചറുടെ വിഷയം എന്താണ്? ടീച്ചറിന്റെ വിഷയം എന്താണ് ചോദിക്കുന്നത്? സുഖം തന്നെ, എല്ലാവർക്കും സുഖം തന്നെ. ടീച്ചർ പറഞ്ഞ എന്താ പഠിപ്പിക്കുന്ന ചോദിച്ചതായിരിക്കും. എന്ത് വിഷയമാണ് പഠിപ്പിക്കുന്നത് ചോദിച്ചിട്ടുണ്ടാവോ? ചോദിക്കാൻ ഇവിടെ കുട്ടികളെ എന്നെ പഠിപ്പിക്കും. ഇല്ല, ഇവിടെ ഫുള്ള മലയാളീസ് ആണ്. ഞാൻ ഇരിക്കുന്ന ഇവിടെ ഫുള്ള മലയാളീസ് ആണ്. പക്ഷെ അവർക്ക് തമിഴ് അത്ര അറിയില്ല. ഞാൻ വന്നതും തമിഴ് പഠിച്ചു. ഇപ്പോഴും തമിഴൊക്കെ പറഞ്ഞു കൊടുക്കും. അത്ര തന്നെ. ചെക്കൻ മേലപ്പോഴും കളിക്കും.
ഹലോ സൗന്ദര്യാണ്. നിജാ പേര് എത്ര എന്താ അത് നല്ല പേര് നല്ല പേരെന്നെ ശകുന്തള. എന്താ അടിപൊളി പേരാണ്. സുരേഷ് കുമാർ, സെന്തിൽകുമാർ ഹാർട്ട് അയക്കുന്നു ഗിഫ്റ്റ്. സെന്തിൽകുമാർ വെങ്കട് സൂപ്പർ. ഓക്കെ പറയാ എന്തെങ്കിലുമൊക്കെ പറയാം. എവിടെ നമ്മുടെ ജയേട്ടനെ കാണുന്നില്ലല്ലോ. ജയേട്ടനാണ് ടീച്ചറിനെ കാണുന്നു പറഞ്ഞു. ജയേട്ടൻ പറഞ്ഞു, രാധേട്ടൻ പറഞ്ഞു. ഡെയിലി ഉള്ളതാ. ഇത് അനുവിന്റെ കുട്ടിയാണ് കേട്ടോ. എന്താണ് നാട്ടിലേക്ക് പോരുന്നോ? ഭർത്താവ് എന്താണ് UK പോകുന്നോ ചോദിക്കുന്നു. ഈ 2 ഭാഗത്ത് നോക്കിയിട്ടുണ്ട് ഇന്നലെ. ദുബായ് ഒരു ലണ്ടൻ. ലണ്ടനിൽ പോകണമെങ്കിൽ ഫാമിലി വിസയോട് കൊണ്ടുപോകാറുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഫാമിലി ആണോ? അതെ. പാലക്കാട് ഹൗസ് എവിടെയാണ് ചോദിക്കുന്നത്. അത് ഇന്നലെയാണ് പറഞ്ഞത്. ശംഖു പുഷ്പം കണ്ണെഴുതി അമ്പിളി ശകുന്തളെ. കറക്റ്റാ പാട്ട് കറക്റ്റ്. ഇനി അനിത വേണ്ട, ടീച്ചർ മതി എത്ര. ശകുന്തള പാടി ചേച്ചി. വീട്ടിലുണ്ടാവുന്നു. എന്താ ശകുന്തളന്റെ ഭർത്താവിന്റെ പേരെന്താണ്? എന്താണ് എഴുതിയിരിക്കുന്നത്? അവരെന്തെങ്കിലുമൊക്കെ തമിഴ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തട്ടും തന്നെ വീടി. ഇത് ഞങ്ങളുടെ വിനായകാണ്. അതപ്പോഴും ലൈവിലുണ്ടാകും. നല്ല അവ ഉണ്ടാവും ലൈവില്. എപ്പോഴും ഇങ്ങനെ ഓടി കളിച്ചിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ടാവും. ഇല്ല, പാട്ട് പാടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫേസ്ബുക്ക് വേണ്ടല്ലോ, ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരം വേണ്ടിയെന്നാണ് മൂളിപ്പാട്ടാണ് തന്നെ. എവിടെ ശകുന്തളെ? ഓടിപ്പോയി. നാട്ടിലെത്തിയതിനു ശേഷം ലൈവ് തുടങ്ങാം അമ്പിളി. നാട്ടിലെത്താൻ കുറച്ചും കൂടി ടൈം ഉണ്ട്. തരില്ല. ആരൊക്കെ വന്നാലും നമ്മുടെ അനുദേ മറക്കല്ലേ ഒരിക്കലും. പിന്നെന്താണ്? എന്താ പരിപാടി? ഒന്നുമില്ല ഏട്ടാ. സത്യ കുട്ടി പാടുന്നില്ല. പാടിയും ചേച്ചി. മോഹൻലാല് കുട്ടി മിണ്ടുന്നില്ല. മോഹൻലാല് പറയുന്നുണ്ടല്ലോ. അതില് പറയുന്ന പോലെ കുട്ടി മിണ്ടുന്നില്ല. എത്ര മക്കളോട് ചോദിക്കുന്നു? നല്ലത്. ശകുന്തള നല്ല പേര്. അമ്പിളിയും ടീച്ചറും തലയും മുകളിൽ എന്താണ് തോന്നുന്നത്? അത് ഗുരുവായൂരിന്ന് മേടിച്ചതാണ്. നെല്ലിന്റെ അത് ഞാൻ രാമേശ്വരം ഒക്കെ തൊഴാൻ പോകുന്ന സമയത്ത് ഞാൻ മേടിച്ചത്. ഭയങ്കര പ്രാർത്ഥിക്കില്ല ദൈവം, പക്ഷെ ഇപ്പൊ വെള്ളാവും. അമ്പലത്തിൽ പോയി ഒരു ടൈം അമ്പലത്തിൽ പോയി. ഞാൻ ഒരു ടൈമിലല്ല എപ്പോഴും പോവും. അപ്പൊ അമ്പലത്തിൽ പോയി പെട്ടെന്ന് ഞാൻ തട്ടി വീണു. അപ്പൊ നടയിൽ പെട്ടെന്ന് അല്ലാന്ന് ചോദിച്ചു. പൂജാരി ഒരു തിന്നമ്പിളി അവർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും അത് തന്നെ. ടീച്ചർ ലാലേട്ടനെ ഇഷ്ടമാണോന്ന്? ഇല്ലല്ലോ. ലാലേട്ട എല്ലാ പടം അങ്ങനെ അത്ര പടമൊന്നും കാണില്ല. നമ്മളുടെ ഇത് കറക്റ്റായിട്ട് പോകാണ് ഇവിടെ ശരിക്കും.
പറയുന്നു കണക്ട് പറയുന്നു நான் கிளம்புறேன். ஐயோ கிளம்பாதீங்க இருங்க மணி. ശരത്ത് നോമ്പ് എടുക്കും ടീച്ചർ. എസ് വിജയകുമാർ ഗുഡ് ആഫ്റ്റർനൂൺ. മക്കളോട് എണ്ണം പറയില്ല. ദാദു കണ്ണൻ വനത്തിൽ നിന്നും തിരിച്ചു വന്നില്ലേ ശകുന്തല്ലേ? വായിക്കുന്നില്ല. അതാണ് പോണം. വനത്തിൽ നിന്ന് വന്നില്ലേ ശകുന്തലെന്ന്. അനുക്കുട്ടി ഇന്ന് പാട്ടൊന്നുമില്ലേ? ടീച്ചർ പാടും. അനുക്കുട്ടിയെ മാത്രം സുരേഷേട്ടാ ഞാനിവിടെ ഉണ്ടേട്ടാ. എന്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ടാണ് ഒന്നിച്ച് വെക്കാൻ പറ്റാത്തൊരവസ്ഥ. ചരിഞ്ഞു പോകുന്നു. மணி சாப்பிட்டீங்களா? மணி என்ன பண்றீங்க? സാജേട്ടാ 5 മക്കളുണ്ട്. എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ ഒന്ന് പറയൂ. 4 ആൺകുട്ടി 4 പെൺകുട്ടി. അപ്പൊ എട്ടായില്ലേ? ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ടുപേരും ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു കേട്ടോളെ. കഴിക്കണം, ഈവനിങ് ആവും. ചോദിക്കുന്നു മഹാരാജ. വീട്ടിൽ നടത്തില്ലേ ചേച്ചി? ഏട്ടാ സൂപ്പർ. നമ്മളൊന്നും കണ്ടുപിടില്ല. ഇല്ല ബോംബെ ഇല്ല. അറിയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മ നിൽക്കണം. അനു ടീച്ചർ കോയമ്പത്തൂരാണോ? പറഞ്ഞോ. എന്താ പാലക്കാട് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനിത പാലക്കാട് വരാ പറഞ്ഞ അതറിയില്ല അവര്. എന്റെ ഫോണിലെന്ന് വിചാരിച്ചു ഞാൻ. നിങ്ങളുടെ ഐഡി അല്ലേ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൽസ് സാമ്പാർ രസം കേരള റെസ്റ്റോറന്റ് സൂപ്പർ മണി. ഗുഡ് ആഫ്റ്റർനൂൺ. അത് വെറുതെ പറയുകയാണ്. സത്യത്തിൽ 4 കുട്ടികളല്ലേ ഉള്ളത്? രാധേട്ട് ഈ ടീച്ചർ നാട്ടിൽ എവിടെയാ? സത്യം മറച്ചു വെക്കുന്നതിന് ഒരു സമയമുണ്ട്. നിനക്ക് എത്ര പേരുണ്ടെന്നോ മനസ്സിലായില്ല ഈ ചോദ്യത്തിന്. ഹായ് നിനക്ക് എക്സലന്റ്. ഓക്കെ അനു ടീച്ചർ അടിപൊളി. ഓക്കെ നാരായണൻ ടീച്ചർ അടിപൊളി. കുട്ടികളുടെ എണ്ണം പറയണ്ട, അത് ദൈവം തരുന്നതാണ്. അതുകൊണ്ട് പറയാത്തത്. മക്കളുടെ എണ്ണം പറയാൻ പാടില്ല. മുകുന്ദനേട്ടൻ ഓക്കെ ഏട്ടാ. സെൽവം ശരത്ത് പുതിയ ആളെ കൊണ്ടുവരുന്ന കാര്യം അറിയിച്ചില്ല. അന്ന് വന്നു കേട്ടാ. ഞാൻ ഒരു ടൈമിൽ വന്നു, മിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സൺഡേ വരാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും കഷ്ടം തന്നെ വരുന്നത്. എന്താ ടെൻഷൻ ടീച്ചർക്ക്? ടെൻഷൻ ഒന്നുമില്ല, വീട്ടിലത്തെ കാര്യം ആലോചിച്ചൊരു ടെൻഷൻ. വീട്ടില് അമ്മയ്ക്ക് ഒരു സുഖമില്ല, ആങ്ങളേക്ക് ഒരു സുഖമില്ല. അതിലൊരു മൈൻഡ് ഒരു ഡിസ്ട്രാക്ട് ആയിരിക്കുന്ന 2 ദിവസം. ശരിയാവും. ആരാണ് കൂടെ ഇരിക്കുന്നത്? ടീച്ചറാണ് കേട്ടാ. ദീപക് കുമാർ ഒരു ചേച്ചിയാണ്, വീട്ടിന്റെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടാ. ദിലീപ് കുമാർ ഏട്ടാ. രാംകുമാർ டீச்சர் குட்டீஸ் என்ன பண்றீங்க? நல்லா இருக்கறேன்னு சொல்லுங்க. குட்டீஸ் நல்லா இருக்கு. எல்லாரும் போறாங்க. எல்லாரும் நல்லதா இருக்கு. അല്ലാതെ നിങ്ങൾ ഒരു കുടുംബം നിനക്ക് ബുക്ക് തുറന്ന് അതൊന്നും വായിക്കരുത്. ബുക്ക് തുറന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ പറയുന്നു. അറിയില്ല, ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയും. വോക്ക് ചെയ്താൽ മതി, അതൊന്നും വായിക്കാൻ വേണ്ട. അതൊന്നും നമ്മൾ പറയില്ല. ശരി ചപ്പാത്തി ഉണ്ടാകും. ചപ്പാത്തി പണി തരണമാ? ശരിയാകും, പ്രാർത്ഥന ഉണ്ടാകും. മുന്നിലായിട്ട് ശരി പറയട്ടെ. ശരി, താങ്ക് യു.
പാലക്കാട് അനിത. ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ. ബ്ലോക്ക് ചെയ്യട്ടെ? വേണ്ടാത്തതോ? നമുക്ക് ഇഷ്ടമല്ലാത്തത് എന്തിനാണ് നമ്മുടെ കയ്യിൽ. അപ്പൊ ബ്ലോക്ക് ചെയ്ത് പിന്നീട് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. അനു, എന്റെ മകളുടെ വിവാഹം സ്വർണത്തിന്റെ വരെ വരെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എത്ര എണ്ണത്തിനെ ബ്ലോക്ക് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ 4-5 എണ്ണത്തിന് ബ്ലോക്ക്. അതെന്ത് പറയണമെന്ന് വായിച്ചു. അനുവേ, എന്റെ മകളുടെ വിവാഹം ഒക്കെ ആയിട്ടുണ്ട്. സ്വർണത്തിന് വില കുറയാനൊന്ന് പ്രാർത്ഥിക്കണം. ഉണ്ടാകും ഏട്ടാ, ഉറപ്പായിട്ട് ഉണ്ടാകും ഏട്ടാ. മുഖം തന്നെ ഏട്ടാ, സുഖമല്ല ഏട്ടാ? ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി ഹാപ്പിയായി ജീവിച്ചു കൊടുക്കുക. ശരത്തേട്ട്. കാക്കയെ കൂടെ ഇവിടെ ആ പാട്ട് പാടാൻ പോകുന്നു. പുതിയ ഫ്രണ്ട് ഗിരിച്ചിട്ട് വാങ്ങിക്ക. അയ്യോ, വായിക്കല്ലേ. അനിത, രക്ഷപ്പെട്ടല്ലോ, പുതിയ സെക്രട്ടറി ആയോ? സുഖം. വീട്ടിന്റെ അടുത്തുള്ള ചേച്ചിയാണോ? അനു ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയോ? ഇല്ല ഏട്ടാ, എനിക്ക് ഇവിടെ എന്താ പറയാ, ഇത് കിട്ടുന്നില്ല. എന്താ പറയാ, ഇങ്ങോട്ട് വന്നോളൂ. എനിക്ക് ഇത് ശരിക്കും വെച്ചോളൂ. നിങ്ങൾ വെച്ചാൽ മതി മതി. ആ, ശരിയല്ലേ? ഓക്കെ അല്ലേ? രണ്ടുപേരും ലഞ്ച് കഴിച്ചോ? രാജേഷ് ഏട്ടാ കഴിച്ചു ഏട്ടാ. പച്ചയായ പയ്യൻ എവിടെ? പച്ചയായ പയ്യൻ വെളിയിൽ കളിക്കണോ ഏട്ടാ? അയ്യോ, എന്റെ ഫോണ് അത് നേരെ ഇങ്ങനെ നിക്കുന്നില്ല കേട്ടോ. പിന്നെ രാത്രി പോകല്ലേ രാത്രിട്ടാ? രാത്രി കാണാൻ പറയണം. പുതിയ ഒരാൾ കൂടി എത്തിയല്ലോ. അതേട്ടാ വിനോദ്കുമാറേട്ടാ. സങ്കടം വേണം, എങ്കിൽ മാത്രമേ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകൂ. ശരിയാണ് പറയൂ. ഒരു നാണം. ഫോണ് ശ്രദ്ധിക്കൂ, വീഴരുത്. അതേട്ടാ, ഇത് നമ്മുടെ വിനുക്കുട്ടിയല്ലേ? അതേ ഗഫൂറേട്ടാ. ആര്? വിനായകനല്ലേ പറഞ്ഞത്? എല്ലാവർക്കും നല്ല പരിചയം. നമ്മളിപ്പോ 1 വർഷമായില്ലേ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെന്താണ്? രണ്ടുപേരുടെയും ഭക്ഷണത്തിന് എന്താ കറി ചോദിക്കുന്നു. ഞാൻ നോമ്പാണ്. നോമ്പാണ് അല്ലേ? സോറി ചേച്ചി, നോമ്പാണ്. ഞാനും ഫുഡ് കഴിച്ചു. തൈര്ചോറായിരുന്നു. കുട്ടികള് ബ്രെഡ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് രാസാത്തി ഉന്നെ കാണാതെ കാണാതെ നെഞ്ച് കാറ്റാടി പോരാടത് പൊഴുതായി പോച്ച് വിലക്കി പിയാച്ച്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ രാജേഷിന്റെ ഓക്കെ ഏട്ടാ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ കാട്ടുക, അവര് ഓൺലൈനില് നമ്മള് പബ്ലിക്കായിട്ടല്ലേ ഫോട്ടോ വീഡിയോസ് ഒക്കെ ഇടുന്നത്. എന്ത് ചെയ്യാനാ? എന്റെ മാത്രമല്ല കേട്ടോ, പിന്നെയും കൊറേ ചേച്ചിമാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട് വീഡിയോയില്. നമ്മുടെ റീൽസ് എടുത്തിട്ട് അതിന്റെ സെന്ററില് നമ്പർ എഴുതി. സൂപ്പർ ടീച്ചർ സൂപ്പർ ആണല്ലോ. ആര്? തമിഴ് പാർത്തിബൻ. മലയാളം മുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ. സൂപ്പർ സിംഗർ. സൂപ്പർ സിംഗർ.
നന്നായി പാടി എന്ന് പറയണു. സൂപ്പർ സിംഗർ. പാട്ട് ഇഷ്ടമാണ്, ഡാൻസ് നന്നായി കളിക്കും, ഡാൻസ് ഇഷ്ടം. പിന്നെ കഥ എഴുതില്ല. സൂപ്പർ സോങ്. അനി മൈ ഫേവറേറ്റ് ബെസ്റ്റ് ഫ്രണ്ട്. നോമ്പുള്ള ടീച്ചർ എന്താ കഴിക്കുന്നുണ്ടല്ലോ. എന്താ കഴിക്കുന്നു നോമ്പുള്ളത്? അയ്യോ ഞാൻ മറന്നു പോയിട്ട് കഴിക്കാൻ പാടില്ലല്ലോ. വിട്ടുപോയി. ഞാന് കുട്ടി കടിച്ചപ്പോ ഞാൻ കടിച്ചു കളഞ്ഞു. ശരി. അപ്പൊ ഇന്നത്തെ വിട്ടുപോയില്ലേ? ഞാൻ അത്ര ഉറച്ചില്ല. കുട്ടിക്ക് കടിച്ചോട്ട് നിന്റെ മകനെ അടി കടിച്ചു കൊടുത്താ ഞാന്. കുഴപ്പമില്ല, ഒരു പൊട്ടുമിട്ടായി സാരില്ല. അതിന് ഒരു ദിവസം കൂടെ വെച്ചാൽ മതി. പെട്ടെന്ന് മറന്നുപോയി. വിനുവിന് ഞാന് കടിച്ചു കൊടുത്തതാണ് മിഠായി ചിക്കൻ പറഞ്ഞിട്ട്. ഇതിപ്പോ ശബരിമലയില് എന്താ പറയണത്, ശബരി ഓരോ നെല്ലിക്ക് കൊടുക്കുമ്പോഴും അയ്യപ്പസ്വാമിക്ക് കൊടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത് പുളിപ്പുണ്ടോ, ഇത് നന്നല്ല, ഇത് പുളിപ്പുണ്ടോ, നന്നല്ല പറഞ്ഞ മാതിരി കുട്ടിക്ക് കടിച്ചു കൊടുത്തതാണ്. അപ്പൊ അത് അള്ള പുറത്തോളൂ. മറന്നുകൊണ്ട് കഴിച്ച പ്രശ്നമില്ല, മറന്നുകൊണ്ട് കഴിച്ച പ്രശ്നം. അത് അത്ര ആലോചിച്ചില്ല. കുട്ടിയാണ് ചിക്കി കളയെന്ന് വിചാരിച്ചു ഞാൻ. അടിപൊളി. എന്തായാലും കൃഷ്ണൻകുട്ടിയേട്ടാ നമസ്കാരം ഏട്ടാ, സുഖല്ലേ? വീട്ടിന്റെ അടുത്തുള്ള ചേച്ചിയാണ്. കുഴപ്പമില്ല പറയണത്. കുഴപ്പമില്ലെന്ന് അറിയാത്തതുകൊണ്ടല്ലേ. അതൊക്കെ നമ്മൾ വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ലല്ലോ. അറിയാതെ പറ്റും കഴിക്കേണ്ട. അതെ, തെറ്റി പെട്ടെന്ന് കുട്ടിക്ക് കൊടുത്തപ്പോ കടിച്ചു കളഞ്ഞു. പേര് പറഞ്ഞു. അമ്പിളി കുമാരേട്ടാ. അമ്പിളി ബിനീഷ് കുമാരേട്ട എന്താ പറയണത്? സകലകല വല്ലമാണല്ലോ. പാട്ട്, ഡാൻസ്, കഥ, കവിത, മൊത്തത്തിൽ ടീച്ചർ. ഇല്ല, നോമ്പ് മുടങ്ങി ഇല്ല. അറിയാതെ കഴിച്ചാൽ പ്രശ്നമില്ല. അത് കുട്ടിക്ക് ഏതുകൊണ്ട് കുഴപ്പമില്ല. നല്ല നോമ്പ് മുടങ്ങിയില്ല, അറിയാതെ കഴിച്ച പ്രശ്നമില്ല. നമ്മുടെ എന്റെ ഗ്രൂപ്പുള്ള കാണുമ്പോൾ ഫോൺ എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാൻ അവർക്ക് ഇതിന് നേരെ നോക്കി അറിയില്ല. അറിയുക ചെയ്യും. അവർക്ക് അറിയണ്ട. അനിത പാലക്കാട് പറഞ്ഞ ഫേക്ക് അടികളെന്ന് അറിയുന്നുണ്ട്. വേറെ അറിയാത്തവര് എനിക്ക് എന്റെ ഫോട്ടോ വെച്ചിട്ട് എന്റെ വീഡിയോ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. അനുവിനെ കാണുന്നില്ല. അതാ കേട്ടാ, ഞാനും ഇവിടെ ഉണ്ട് കേട്ടാ. ബുക്കിംഗ് ആണ്. സെൽവം മണി. അനു ടീച്ചറോട് ഡാൻസ് കാണാൻ പറ്റുമോ? പറ്റില്ല, ഞാനത് ഇടാ. പിന്നെ അല്ല, ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് തരണോ? എനിക്ക് ഫേസ്ബുക്കേ ഇല്ല. ഞാൻ ഒന്നിലും പോയിട്ടില്ല ഇതുവരെയ്ക്കും. ഒരു ഫേസ്ബുക്ക്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫേസ്ബുക്കിൽ ഓരോന്നും ഇടും. പക്ഷെ ഞാൻ പലപ്പോഴും എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഏട്ടൻ്റെ ഫോണിൽ നിന്നാണ് കാണാറ്. ഞാനങ്ങനെ യൂട്യൂബ് മാത്രം നോക്കുള്ളൂ. വാട്സപ്പ് നോക്കി തന്നെ എൻ്റെ ഗ്രൂപ്പ് വന്നതിന് ശേഷം, വാട്സപ്പിൽ എൻ്റെ പേര് ആഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ ഗ്രൂപ്പ് മുഖാന്തരമാണ് വാട്സപ്പ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു ഹായ് ഹായ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് അങ്ങനെ ഒതുങ്ങിപ്പോയി. ഞാനങ്ങനെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ പിന്നെ ഏത് നേരം അത് ഇന്നലെ ഒരു നോമ്പുണ്ടായിരുന്നു. ഏത് നേരം ഡാൻസ് കളിക്കാൻ ഞാൻ ഇടാത്ത വീഡിയോ ഇപ്പൊ ഇല്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ കുറച്ച് മൈൻഡ് ഒരു ഡിസ്ട്രാക്റ്റ് ആണ്. അതൊക്കെ കറക്റ്റ് ആണ്. Looking so beautiful, both of you. ഇത് എത്ര നേരം ഉണ്ടാവും? നമ്മള് 1 മണിക്കൂർ ചെയ്യും. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യും. നിങ്ങൾ വേറെ പോയിട്ട് ഉണ്ടാണ്ടിരിക്കും. പിന്നെ നിങ്ങൾ വേറെ പിന്നെ എന്തോ ഇതില്ല. ഹായ് എഴുതാ. ആരാ കൂടെ ഉള്ളത്? കൂടെ ഫ്രണ്ടാണ്.
അമ്പിളി. പാലക്കാടാണോ? ഞാനും പാലക്കാടാണ്. രണ്ടുപേരും പാലക്കാട്. ഇല്ല, എന്റെ അഡ്രസ്സ് മായന്നൂർ എന്നാണ്. പക്ഷെ ഞാൻ ഇരിക്കുന്നത് കോയമ്പത്തൂര്. ഇത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ വീടാണ്, മദറിൻലോയുടെ വീടാണ്. എന്റെ ഹസ്ബൻഡോട് വീട് നാട്ടിൽ തന്നെ. എപ്പോഴും അവിടുത്തെ അഡ്രസ്സ് തന്നെയാണ്, മായന്നൂർ എന്ന അഡ്രസ്സ്, പാസ്പോർട്ടും എല്ലാം. അമ്പിളി മായന്നൂർ പറഞ്ഞിട്ടാണ് അഡ്രസ്സ് ഉള്ളത്. ഹസ്ബൻഡിന്റെ അങ്ങനെ, മക്കളുടെ അങ്ങനെ തന്നെ. ഇപ്പോഴും ഇല്ല. അതല്ലേ, ഇപ്പോഴും അഡ്രസ്സ് തന്നെ, ആ അഡ്രസ്സിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്. വീട് മാത്രം ഇടുന്നത്. അതിന് ഞാൻ പറഞ്ഞ 2016 അച്ഛൻ മരിച്ചപ്പോൾ നാട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. പ്രോബ്ലം പറഞ്ഞാൽ ഫാമിലിയിലല്ല, എന്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യമുണ്ട്. അത് സോൾവ് ചെയ്തിട്ട് വരുള്ളൂ. കണ്ടിപ്പാ സന്തോഷം. ഓക്കെ, രാജേഷ്, സോ ബ്യൂട്ടിഫുൾ, ഒറ്റപ്പാലം, ഹരിദാസ്, ടീച്ചർ മലപ്പുറത്ത് വന്നിട്ടുണ്ടോ ചോദിക്കുന്നു. ഒറ്റപ്പാലം. ഒറ്റപ്പാലം, ഞാൻ ഒറ്റപ്പാലം മായന്നൂരാണ്. ഒറ്റപ്പാലം NSS കോളേജ്, അവിടെ തന്നെ പഠിച്ചത്. VLP സ്കൂൾ മായന്നൂർ, അതിൽ 1st സ്റ്റാൻഡേർഡ് to 4th സ്റ്റാൻഡേർഡ് വരെ. ദെൻ 5th to 10th വരെ ഹൈസ്കൂൾ മായന്നൂർ. മുരളീകൃഷ്ണൻ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. കാടാമ്പുഴ വന്നിട്ടുണ്ടോ ചോദിക്കുന്നു. കാടാമ്പുഴയ്ക്ക് വന്നിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. കാടാമ്പുഴ അമ്പലത്തിൽ പോയിട്ടില്ല. കാടാമ്പുഴ അമ്പലത്തിൽ മാത്രം ഞാൻ പോയിട്ടില്ല. ഞാൻ എല്ലാവിടെയും പോയിട്ടുണ്ട്. പക്ഷെ എന്തോ ഒന്നറിയില്ല, കാടാമ്പുഴയ്ക്ക് പോയില്ല. പക്ഷെ കുട്ടിയിൽ പോയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഗുഡ് മോർണിംഗ്. ചാർജ് കയറുന്നില്ല. വെരി നൈസ്, സൂപ്പർ, വെരി ഗുഡ്. ഗുഡ് ആഫ്റ്റർനൂൺ. മറുപടി ഒന്നും വന്നില്ല. പറയേട്ടാ ജോഷിയേട്ടാ, പറയേട്ടാ. വിജയ് പ്രസാദ്, ഹായ്. ഹാഡ് യുവർ ലഞ്ച്? சாப்பிட்டீங்க. நீங்க சாப்பிட்டீங்களா? சரவணன், குட் ஆஃப்டர்நூன். அனிதா, குட் ஆஃப்டர்நூன். സഞ്ജീവ്, സൂപ്പർ 10. എന്തിൽ വരുന്നതൊക്കെ എന്റെ ഡിയർ ഫ്രണ്ട്സ് ഞാൻ കണക്കാക്കുന്നത് ലൈവിൽ വരുന്നത്. പിന്നെ ബാക്ക് കമന്റ് വരുന്നതിന് ബ്ലോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തിരിച്ചൊന്നും പറയാനൊന്നും പോകുന്നില്ല. സെന്തിൽ കുമാർ ഏട്ടൻ, എന്താണ് അനി സെൽവകുമാർ, ഒറ്റപ്പാലം. ഒറ്റപ്പാലമായി. ഗുഡ് ആഫ്റ്റർനൂൺ, ഹൗ ആർ യു? പാട്ട് പഠിപ്പിച്ചു. മോഹൻലാൽ വെറുതെ പാടി അവര് നോർമലായിട്ട്. കുട്ടി അടുത്തിരിക്കുന്ന ചേച്ചി ആരാണ്? അനു ഇന്നലെ രാത്രി വന്നില്ലേ? വന്നു ഏട്ടാ. ഏട്ടൻ വന്നില്ല അല്ലേ? എന്താണ് അടുക്കളയിലൊക്കെ ഇരുന്ന് പാട്ട് പാടില്ലേ? ആ മൂളിപ്പാട്ട് തന്നെ പാടാം. അടുക്കളയിൽ പാത്രം കഴുകുമ്പോ പാടും, അടിച്ചു വാരുമ്പോ പാടും, തുണികൾ തിരുമ്പോ പാടും, തുണികൾ ഉണക്കുമ്പോ പാടും. പാടിയിട്ട് മോന്റെ അടുത്ത് വരുമ്പോൾ രണ്ടാളും കാണാൻ പറ്റുമോ? രണ്ടാളെയും കാണാൻ പറ്റും. ഷാജനേട്ടൻ ഇങ്ങോട്ട് വരുന്നു പറയണ, അപ്പൊ കാണാൻ പറ്റുമോ ചോദിക്കണേ. ഹായ് ചേച്ചി, ഇതാരാ? ഫ്രണ്ട് സൂപ്പർ ആണല്ലോ. അതെ ഷാജിയേട്ടാ, സുഖല്ലേ? കുറച്ചു ദിവസം വന്നിട്ടുണ്ടായിട്ടില്ല, എന്ത് പറ്റി? അതിനൊരു പാട്ട് മതി. അതിൽ നിന്നും ഒരു പാട്ട് മതി. അതെ, ഇത്ര പാത്രം കഴുകുമ്പോ ഒരു പാട്ട് പാടില്ലേ വിനോദ്? ഈ പുതിയ എല്ലാരും വായിക്കും, എല്ലാവരും വായിക്കും, എല്ലാവരും കാണും. ഓ മണ്ടൻ അടിച്ചിട്ടനാ? അയ്യോ, யாரடிச்சாங்க? அண்ணன் அடிச்சாங்களா? அண்ணன் அடிக்கலாம். சரி போட்டு சார்ல അമ്മനെ കൂടെ വന്നിരിക്കും. ഇത് ആരാണ്?
പക്ഷെ എന്റെ ഗ്രൂപ്പിൽ ആരും പോകേണ്ടത് വന്നിട്ട് കളിക്കാൻ എന്തെങ്കിലും പോകുന്നില്ല. കാറുണ്ട്. കാറുണ്ട്. അതിന്റെ അടിയിലായിട്ട് എന്തേ എന്റെ പേര് സൂപ്പർ വായിക്കലും എന്നിട്ട് ഒന്ന് വായിക്കാം. എന്താ രണ്ടുപേരും സൂപ്പറാ. സിബോട്ട കാറെടുത്ത് വരുമ്പോ കാറെടുത്ത് വരും. ടീച്ചർ എടുത്ത് വരും. പൊക്കോ കളിക്കാനുള്ള സാധനം. രണ്ടുപേരും സൂപ്പറാ. ഓക്കെ 10 മണിയായില്ല. I am from India, Maharashtra. Mahesh. So beautiful looking. Thank you, Mahesh. എവിടെ സാജനോട്ട് ഭക്ഷണമൊക്കെ കഴിച്ച? രാധേട്ടൻ പോയാ? അന്നു ഡ്രസ് സൂപ്പർ. താങ്ക് യു ഏട്ടാ. പോയാ രാധേട്ടാ? അയ്യോ എന്റെ ഫോണ് ചാർജിലെത്തോണ്ടോ കേട്ടോ. ചാർജ് നേരത്തെ കുത്തിവെക്കാനായിരുന്നു. അയ്യോ ദൈവമേ എവിടെ പോകുന്നു? ചാഞ്ചാടി ആടി പോകുന്നു. പോയി അവിടെ പോയി കളിച്ചോ. താഴെ ഇറങ്ങി ഒരു സോഫി പോയി കളിക്കി. ശരത്തേട്ടൻ നോട്ടേക്കുന്നു. വിളിക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാം. എവിടെ ബിനീഷേട്ടൻ അവിടെ പോയി? ഇവിടെ ചാർജ് കുത്തിവെച്ചത് മുട്ടായി കഴിഞ്ഞു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം ഏട്ടാ. ഏട്ടാ സുഖല്ലേ? 1:30 ഭക്ഷണം കഴിച്ചു. അതെല്ലേ? എന്താ കഴിച്ചേട്ടാ? ചെറുതായിട്ട് കമ്മലുമ്പോ വേദന. ഇതെടുത്തിട്ടു. ടോമി തോമസ് ഏട്ടാ ചോറുണ്ടോ ഏട്ടാ? വിനീഷേട്ടൻ പോയി. രാധേട്ടനും പോയാ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിരിക്കുന്നു. എന്ത് പറ്റിയായിരിക്കും പോയത്? രാധേട്ടോ എവിടെ പോയി? മിണ്ടില്ല കേട്ടോളെ. മിണ്ടില്ല ഞാന്. നേരത്തെ ചാർജ് ചെയ്ത് വെക്കേണ്ട. എന്റെ ഫോണ് ചാർജ് കേറുന്നില്ല. അതേട്ടൻ കാണാനില്ല അല്ലേ? പോയില്ലേ? മിണ്ടില്ല. ഡ്രസ് സൂപ്പർ. കാറില്ല. ദാദാ നിക്ക് ഒരു മിനിറ്റ്. അവന് എന്താ രാധേട്ടനും കാണാനില്ലാന്ന് പേപ്പറിൽ കൊടുക്കാൻ പറയണ എന്റെ അടുത്ത്. അനു രാത്രി വരാൻ വൈകുന്നുണ്ടല്ലോ. അതെല്ലേ? നേരത്തെ വരാട്ടോ. ഓ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം ആലപ്പുഴ. ഓക്കെ രതീഷേട്ടാ. കാറില്ലടാ, ചാർജ് ചെയ്യണം. സുപ്രഭാതം പ്രസാദേട്ടാ. ഞാൻ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. അന്നമ്മ ഒരു മെസ്സേജ് മനസ്സിൽ വായിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ മെസ്സേജ് അയക്കുന്നില്ല. ലൈവ് കണ്ട് ഇരുന്നോളാം. അങ്ങനൊന്നും പടം കരുതട്ടോള്. നമ്മുടെ ടീച്ചർ ഇല്ലില്ല. ടീച്ചർ വായിക്കും പറഞ്ഞ് വിചാരിച്ചു. വായിച്ചില്ല. അതാണ്. ഞാൻ ഇനി പ്രസാദ്. അടുത്ത വീട്ടിലെ ചേച്ചിയാണ്. ഞാൻ ഇനി കമന്റ്സ് വായിച്ചിട്ടില്ല. അനിതയുടെ ഫോണിലല്ലേ, എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇപ്പൊ വായിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇനി വായിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് അവര് കേൾക്കില്ലല്ലോ. ഇപ്പൊ വായിക്കുന്നതല്ലേ അവര് കേൾക്കുള്ളൂ. അവന്റെ പേര് അവരെന്താ പറയണത് വായിക്കണം. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല ഏട്ടാ. ഇത് പ്രസാദ് അത്ര അറിയില്ല. കാറ് തീർന്നു ഇവിടെ. ശരി വീട്ടിൽ പോവാ. വീട്ടിൽ
ഉണ്ട് ഉറക്കം വരുന്നുണ്ട് ഇല്ല ഏട്ടാ. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ന്യൂ ഡൽഹി ഇന്ത്യ. ഓക്കെ, ഇതാരാണ് കൂടെ? ട്യൂഷൻ ടീച്ചറാണ്, വീട്ടിന്റെ അടുത്തുള്ള ചേച്ചിയാണ്. അമ്പിളി എന്നാണ് പേര്. അമ്പിളി അമ്മാവാ. ടീച്ചർക്ക് മലയാളം അറിയില്ലേ? മലയാളം തന്നെ അറിയുള്ളൂ, ഞാൻ മലയാളി തന്നെയല്ലേ. ഷിബേട്ട്, സമയം സലാം ഗഫൂർ ചേട്ടാ. വിനീഷേട്ട പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇരിക്കണം. അമ്പുലി ചേച്ചിക്കു തമിഴ് പഠിക്ക തെരിയുമാപ്പാ? തെരിയുങ്ങ. തമിഴ് അറിയും. ഓ, തമിഴ് അറിയും, മലയാളം അറിയും, ഇംഗ്ലീഷ് അറിയും. അതൊന്നും അത്ര അറിയില്ല, ഇത് മലയാളം തമിഴും. ടീച്ചർക്ക് ഇതിലൊന്നും അറിയില്ല. അതെ അതെ, അതാണ് സംഭവം. ടീച്ചർക്ക് ഇതിലൊന്നും അറിയില്ല. നമ്മൾ പോയിട്ട് വായിച്ചിട്ട് കാര്യമില്ല. അതെ, ശരത്തേട്ടൻ പറയണത്. ഞങ്ങൾ പോയിട്ട് ഇത് വായിച്ചിട്ട് കാര്യമില്ല, പോയി ഇരുന്ന് വായിക്കണം. ഐ ലവ് യു ഡാർലിംഗ്. ഉമ്മരസ്വാമി. ആരെങ്കിലും ശരി, ഐ ലവ് യു എന്നല്ലേ പറയുന്നത്. സലാം വിനീഷേട്ടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എന്തോ ഉറക്കം, നോമ്പെടുത്തിട്ടുണ്ട് അവര് ഗഫൂറായിട്ട്. എനിക്ക് ഉറക്കം വരുന്നത്. ആയത്തിൽ കുറിച്ച് ചെയ്തിട്ടില്ല, ആയത്തിൽ കുറിച്ച് എന്താണ് അറിയാം, അത് ഭയങ്കര ഫേമസ് ആണ്. അത് ഞാൻ 50 പ്രാവശ്യം ചെയ്യും. ഒരു ദിവസം 50 പ്രാവശ്യം ചെയ്യും. കാരണം പറഞ്ഞാൽ 5 നേരമില്ല, അപ്പൊ 10 പ്രാവശ്യമായിട്ട് അത് പിടിച്ച് ചെയ്യും. അങ്ങനെ ചെയ്യാം. അപ്പൊ പൊട്ടൊന്നും വെക്കില്ലത്? ഓ, വെക്കും. ഞാൻ വെക്കുന്നത് അത് അവിടെ കാണാൻ. എനിക്ക് ചെറിയ പൊട്ട ഇഷ്ടം, വലുത് ഇഷ്ടമല്ല. ചെറുത് കാണാനില്ല എന്റെ ചേട്ടൻ. ഇല്ല, സത്യമായില്ല അങ്ങനെ. പക്ഷെ എനിക്ക് ഞാൻ ചെറിയ കുട്ടിയിലെ എനിക്ക് പൊട്ട് വയ്ക്കുന്ന അത്ര ഇഷ്ടമല്ല. ഇന്ന് അനിതയുടെ പാട്ട് കേൾക്കാൻ പറ്റുമോ? ഒരു പാട്ട് പാടി കൊടുക്കുന്നു. ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി കൊടുക്കുന്നു. നിങ്ങളൊരു പാട്ട് പാടി കൊടുക്കുകയും ചേച്ചി. എന്താണ് ഇങ്ങനെ? കമ്മൽ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. എനിക്ക് ഇഷ്ടമായിട്ട് ഒരു പ്രത്യേക ഭംഗിയല്ലേ. മലയാളം വായിക്കാൻ അറിയുമോ? ഓ, അറിയുമേട്ടാ കമലേട്ടാ. ഉറങ്ങാൻ പോകുന്നില്ലേ? മലയാളത്തിൽ തന്നെ കഥയൊക്കെ എഴുതണം. ടീച്ചർ കമാൻഡ് വായിച്ചില്ലെങ്കിൽ ടീച്ചർക്ക് ഇമ്പോസിഷൻ ഇടുന്നതാണ്. കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ ഇമ്പോസിഷൻ ഇടുന്നതല്ല പിന്നെ കാർ പഠിച്ചാ ടീച്ചർ വായിത്തരും. ടീച്ചർ മായന്നൂർ എന്ന് പറയുന്നത് അമ്പലപ്പാറ? അല്ലല്ലല്ല, അതല്ല, നമ്മുടെ ഒറ്റപ്പാലം മായന്നൂരാണ്. അടുത്താണ്. അത് മാനന്നൂരല്ലേ? മാനന്നൂർ ബന്ധുക്കളുണ്ട്. രാധാകൃഷ്ണൻ ബന്ധുക്കളുണ്ട് അത്ര. രാധാകൃഷ്ണൻ അവർക്ക് അവിടെ ഒരു ബന്ധുക്കാരുണ്ട്. അവിടെയാണോ ചോദിക്കുന്നത്? മാനന്നൂരല്ല, മായന്നൂർ. കമ്മൽ മോഡലാണല്ലോ. ഫുൾ മലയാളിയാണ്. അതെ അതെ. ടീച്ചർക്ക് ഇതിന് ടീച്ചർ എവിടെയും മുഖം കാണിച്ചിട്ടില്ല. ടീച്ചർ എവിടെയും എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇല്ല. ടീച്ചർ ആദ്യമായിട്ടാണ് എന്റെ ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പോ ഈ കമാൻഡ് എന്താണെന്നേ അറിയില്ല. സംഭവം ലൈവാണ്, എല്ലാവരും കാണുന്നു, കമാൻഡ് എഴുതുന്നു. അപ്പൊ എങ്ങനെയാണെന്ന് ടീച്ചർ മനസ്സിലാക്കുകയാണ്. അതാണ്, വേറൊന്നുമില്ല. യു ആർ വെരി ബ്യൂട്ടിഫുൾ ഈസ് മൈ എവിടെ അറിയില്ല. അറിയില്ല. ഇല്ല, ഞാൻ മായന്നൂരാണ്. ഒറ്റപ്പാല ചേച്ചിയുണ്ട്. എന്താ പറയുക, അരമന ബാറുണ്ടല്ലോ, അരമന ബാറിന്റെ അടുത്ത് ചേച്ചി.
ഒറ്റപ്പാലത്ത് എൻ്റെ ഫ്രണ്ട്സ് നിറയെ പേരുണ്ട്. മായന്നൂരുണ്ട്. ഒറ്റപ്പാലത്ത് ഞാൻ വന്നിട്ടില്ല. പ്രാരിയാണ് ഒറ്റപ്പാലം. പ്രാരീര എന്താ പറയില്ല, പ്രാരീര പ്രാരി ഇത് പറഞ്ഞ പാലക്കാടിന്റെ സ്ഥലമാണ് ഒറ്റപ്പാലം. പ്രാരീർ എന്തോ പറയും. ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറയൂ. എന്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രാരീർ പോണം പ്രാരീർ പോണം. അതെന്താ സത്യമാണ്. പ്രാരീർ പാലക്കാട് പ്രാരീരൊന്നും അറിയില്ല. പ്രാരീര എനിക്കറിയില്ല. ജയേട്ടാ ഹായ്. എന്റെ കുട്ടി അമ്പിളി നമസ്കാരം. നമസ്കാരം പറയൂ. നമസ്കാരം നമസ്കാരം ഏട്ടാ. സോഷ്യൽ മീഡിയയിൽ അനുക്കുട്ടിയാണ് അല്ല എന്താ പറയുന്നു. നിക്ക് നമസ്കാരം. എല്ലാം പഠിച്ചെടുക്കാൻ ഇത്തിരി സമയം എടുക്കും. അതേട്ടാ ഞാൻ 1 വർഷം എടുത്തില്ലേട്ടാ. അനിതയ്ക്ക് നല്ല കൂട്ടുകാരിയെ കിട്ടിയത് ഒരുപാട് സന്തോഷം. സോഷ്യൽ മീഡിയയിൽ അനുക്കുട്ടിയാണ് അല്ലേ ടീച്ചർ? ബിനിൽകുമാറേട്ടാ. അതേട്ടാ ബിനിൽകുമാറേട്ടാ. ശരി അനിത ഓക്കെ. സോഷ്യൽ മീഡിയയില് എന്റെ വൈഫിന് ഒരു ഹായ് പറയൂ ടീച്ചറെ. എല്ലാവർക്കും. അന്നമ്മോ മുത്തേ മരുമകളുടെ അമ്പലം വേങ്ങശ്ശേരിയിലാണ്, അതാണ് ചോദിച്ചത്. അതാണ് രാധയായിട്ട് ചോദിക്കുന്നു. അന്നമ്മോ ഞാനാണ്. എന്നെ ഇങ്ങനെ വിളിപ്പേരൊക്കെ കുറെ പേര് വിളിക്കും. മുത്തേ ചക്കരയെ പോന്നു എന്നൊക്കെ വിളിക്കും. ഞാനായിട്ട് വരാൻ തുടങ്ങി സന്തോഷായില്ലേ. എന്തെങ്കിലൊക്കെ ചെയ്യണം. അപ്പോ വേങ്ങശ്ശേരിയിലാണ്, അതാണ് ചോദിച്ചത്. രണ്ടുപേരും ഫുഡ് കഴിച്ചു. ഞാൻ കഴിച്ചേട്ടാ. ആ വലുതെടുത്ത് സാറിന് അതെടുത്തു. അതിലെടുത്ത കുട്ടീനെ അതെടുത്തിട്ട് അതങ്ങ് അത് വലിയ കാറുണ്ടേ. കുട്ടികൾക്ക് ഒരു 12,000 ഇവിടെ ഒരു കാറ് മേടിച്ചു വലുത്. അതിന് തന്നെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മേടിച്ചതാണ്. അത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്കൊരു പണിയാണ്. അതിന് ചോദിച്ചിട്ടുണ്ടാവും അവനോട്. ശരി നമുക്ക് ട്യൂഷൻ തുടങ്ങിയാലോ? വേണ്ട. എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞാണ് ഇന്നലെ ദിനീഷേട്ടൻ. നിങ്ങളെ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല അത്ര. അപ്പൊ ടീച്ചർ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഹായ് പറഞ്ഞില്ല ടീച്ചറെ. പറഞ്ഞൂന്ന് ടീച്ചർ എത്ര പ്രാവശ്യം പറഞ്ഞു. എന്താ മോന് കരയുന്നത്? കാറ് വേണം പറഞ്ഞിട്ടാ കരയണത് കേട്ടാ. ശരത്തേട്ടാ ഫോൺ ഇങ്ങനെ മെല്ലെ മെല്ലെ ചരിഞ്ഞുകൊണ്ട് വരുന്നു, നിൽക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ജയേട്ടൻ ഭക്ഷണം കഴിച്ചേട്ടാ? ചടിച്ചിരിച്ചാ ഒരു തൊഴിൽ വെച്ചത് തവണ വെച്ചേട്ടാ. എന്നിട്ട് എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ നാട്ടിൽ വരുമ്പോൾ അനുക്കുട്ടിയെ കൂട്ടി എറണാകുളത്തേക്ക് വരും. ഓക്കെ. ടീച്ചറിന്റെ കൂടെ ആണെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിൽ ടീച്ചറെ നമുക്ക് പാലക്കാട് പോവുക. എനിക്ക് ടീച്ചറിന്റെ കൂടെ ആണെങ്കിൽ എവിടെ വേണമെങ്കിൽ വരാലോ. നല്ലൊരു ഐഡിയ. ടീച്ചറിനെ കൂട്ടിയിട്ടാണെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും വരാലോ. ഞാൻ എവിടെയും പോവാറില്ല. എവിടേക്ക്? പാലക്കാട് ഇവിടെ മറ്റേ എന്തോ കനിയെ വന്നിട്ടുണ്ടോ? എന്ത് അതും വഴുക്കുന്നതാണ്. എന്തോ ഒരു കന്യക വന്നിട്ടില്ല ചേച്ചിയെ? എന്ത് വന്നിരിക്കണോ? അപ്പൊ ടീച്ചറിനെയും കൂട്ടിട്ട് പാലക്കാട് എന്താണ് എന്ത് കന്യകയാണൊന്ന് പറഞ്ഞേരേ. മത്സ്യകന്യക. അതെന്താ? അവിടെ ഉള്ളിൽ കേറിയിട്ട് മത്സ്യകന്യക കാണാൻ. ഏത്? മലമ്പുഴ? പാലക്കാട് ഇവിടെ ഇന്ദിരാഗാന്ധി. ഇല്ല, ഞാൻ എവിടെയും പോവാറില്ല. അതുവരെ എവിടെയും പോയിട്ടില്ല. അങ്ങനെ ഞാൻ പോവില്ല. പിന്നെ അങ്ങനെ എവിടെയും തനിയെ ഇതുവരെ എവിടെയും പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല. അങ്ങനെ ഇഷ്ടം. അങ്ങനെ എനിക്ക് അങ്ങനെ പോകുന്ന ഇഷ്ടം. നമുക്ക് ഒന്നിച്ച് പോകാന്ന് പറയുന്നത്. ടീച്ചറും വരില്ല. എന്റെ കാര്യം കഷ്ടം. അനിത മാഡം ബിസി? നോ മണി. ഗുഡ് മോർണിംഗ്. അമ്പലി ടീച്ചർ നാട്ടിലേക്ക് വരുമ്പോൾ അന്നമ്മയും കൂട്ടി നാട്ടിലേക്ക് വരുന്നോളൂ.
എന്നെയും കൂട്ടിട്ട് വരുമോന്ന്, എന്നെ കൂട്ടിട്ട് എങ്ങനെയെങ്കിലും പോവോ? അതിന് നീ സെറ്റിൽ ആവില്ലല്ലോ. അതാ വെറുതെ എങ്കിലും കാണാനെങ്കിലും. ഞാൻ പാലക്കാട് പോയി 5 വർഷമായി. അതുകൊണ്ടാ പറയണത്, എനിക്ക് പാലക്കാട് കാണുന്നൊരു ആഗ്രഹം. അപ്പൊ ചേച്ചിന്റെ കൂടെ ആണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വരാലോ എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. വലിയ നാഗകന്യക, ജലകന്യക, മത്സ്യകന്യക. രണ്ടുപേരും ഫുഡ് കഴിച്ചോ ചോദിക്കുന്നു. ജയേട്ടാ ഞാൻ കഴിച്ചു കേട്ടാ. ചേച്ചി വന്നിട്ട് നോമ്പെടുത്തിരിക്കയാണ്. നോമ്പെടുത്തിരിക്കുക. അതാ എന്തോ അത് വല്ലാത്തൊരു ചാർജ്. എനിക്ക് എത്ര ചാർജായി? ചാർജേ കയറുന്നില്ല. ഇപ്പൊ ഓക്കെ ആയി. ഭഗവാനെ, അനതെ തനിച്ച് കിട്ടാൻ എന്താണ് ഒരു വഴി? ഒരു കാര്യം പറയുന്നുണ്ട്, പറയട്ടെ? വേണ്ട ടീച്ചർ കേൾക്കും. അതാ പറയേട്ടാ. ഞാൻ പാലക്കാട്. ടെൽമി. രണ്ടുപേരെയും കണ്ടു. ഇനി എന്ത് കാണാനാ? ഞാനേ മത്സ്യകന്യന്റെ കാര്യം പറയണത്. പാലക്കാട് ഇന്ദിരാഗാന്ധിന്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോ കാണാനൊരു ആഗ്രഹം. അങ്ങനെ എവിടെ പോവാറില്ല. ഉണ്ട്, പോയിട്ടില്ല. ഇത് നടക്കില്ല കേട്ടോ, ചാൻസ് ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? അമ്പിളി കുഞ്ഞുങ്ങൾ എന്തിയേ? അമ്പിളി കുഞ്ഞുങ്ങൾ എവിടെ ചോദിച്ചു? അവിടെ കളിക്കുന്നു കൂടെ. ഇതാരാ അടുത്തിരിക്കുന്നത്? പുതിയ ഫ്രണ്ട് ആയിട്ട്. അയ്യേ, ഇവരൊക്കെ പുതിയ ഫ്രണ്ടാണ്. എന്റെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എന്റെ സപ്പോർട്ടും അല്ല, എന്റെ ഡിയർ ഫ്രണ്ട്സാണ്. സൂപ്പർ ആർക്കാണ് മഹേഷ് കുമാർ. ഇരിക്കുന്നു. അനിക്കുട്ടി, ഞാൻ നോമ്പ് ഒന്നുമില്ല. എന്താണ് അപ്പൊ കഴിച്ചത്? ഭക്ഷണം എന്താ കഴിച്ചത്? കന്യാകനെ കാണാൻ നെയ്യും കൊച്ചിയിൽ വരണം. ശരി ഏട്ടാ. മലമ്പുഴ ആനപ്പാറ അറിയാമോ? മലമ്പുഴ പോയിട്ടുണ്ട്. ആനപ്പാറ എന്റെ വീടല്ലേ ഏട്ടാ, മലമ്പുഴ ആനപ്പാറ. അമ്പിളിക്ക് കുട്ടികളെ ശിവട്ടൻ. ഇത് ഏതാണ് പുതിയ? അങ്ങനെ ചോദിക്കില്ല ഏട്ടാ വിനോദേട്ടാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. എന്ന് വേണമെങ്കിൽ പറഞ്ഞിടും, കുഴപ്പമില്ല. എനിക്ക് എപ്പോഴും കുറവുകൾ പറയുന്നത് ഇഷ്ടം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലല്ലേ പ്രതീക്ഷകളുള്ളൂ. കൂട്ടി പറയുന്നതേ ഇഷ്ടമല്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞിടും. കൂട്ടി പറയേ വേണ്ട. എനിക്കത് അത്ര എനിക്ക് പിടിക്കുകയില്ല. സത്യമായിട്ടോ അതെ, എനിക്ക് കൂട്ടി പറയുന്നതേ പിടിക്കില്ല. പക്ഷെ കുറ്റം പറയണത് എനിക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ കൂട്ടി പറയണ്ട, കുറച്ച് എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഭയങ്കര ഐ റിയലി ഹാപ്പിയാണ്. കാരണം നമ്മളെപ്പോഴും ജീവിതത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരുപാട് കുറവുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. ഈ പ്രതീക്ഷകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. പ്രതീക്ഷകളില്ലെങ്കിൽ ഇപ്പൊ കൂടുതലെല്ലാം തികഞ്ഞു, നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീവിത അവസാനം വരെ കുറവുകളുള്ളതല്ലേ നല്ലതല്ലേ. പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുട്ടി, ഞാൻ ജോലി കഴിഞ്ഞ് പോവാണ്. കഴിഞ്ഞ ഒരു ജോലി കഴിഞ്ഞു. തമാശക്ക് പറഞ്ഞായിരിക്കും. നമ്മളങ്ങനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. എന്നാലും ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കണോ, ഞാനങ്ങനെ നെഗറ്റീവായിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അറിയാത്തുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതിനെന്താ, കുഴപ്പമില്ല. അറിയാത്തത് കൊണ്ടാണ്. ശരി കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഒരു ചെറിയ സങ്കടം. ഞങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്ക് സങ്കടമില്ല. അയ്യോ, എന്റെ ലൈഫിൽ എനിക്ക് ഒന്നും സങ്കടമില്ല. അല്ല, ഞാൻ കാരണം ഒരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. എന്റെ ലൈവല്ലേ, എന്റെ ലൈവാണ്. അപ്പൊ നമ്മള് കാണുമ്പോ ചേച്ചിനെ കൂട്ടിയിട്ട് വരുമ്പോ അവർക്കൊരു വിഷമം ഉണ്ടാവുന്നതാണ്. അത് ടീച്ചറോട് കുറച്ച് സെറ്റ് ഡാൻസ് പഠിച്ചതെന്ന് പറയണം പ്ലീസ്, മറക്കരുത്. ഇതാ അനിക്കുട്ടി, അമ്പിളിക്ക്
റെസിപ്പി ഉണ്ടാക്കി കൊടുക്ക്. ആ ശരി ഏട്ടാ. എന്തോ ഒരു എളിമയുള്ള ചേച്ചി, എന്തൊരു എളിമയുള്ള ചേച്ചി. പെങ്ങളെ ഇതാരാ? ശ്രീനേട്ട, ഇത് വീട്ടിന്റെ അടുത്തുള്ള ചേച്ചിയാണ്. പക്ഷെ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യില്ല കേട്ടോ, ഇതുവരെ ചെയ്തിട്ടില്ല. 2 ടൈം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എന്നെ പിടിച്ചില്ല. ഞാൻ ചെയ്യില്ല. ഇല്ല, എനിക്കറിയില്ല. നോർമലാ, ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഒരു ചേച്ചിയുടെ മാരേജിന്, ചേച്ചിയുടെ കുട്ടിയുടെ മകളുടെ മാരേജിന് ഫോണ് വർഷം 27-ാം തീയതി ചെയ്തു. അതിനുശേഷം എനിക്കും പിടിച്ചില്ല. അതിനുശേഷം പിന്നെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല ബ്യൂട്ടീഷ്യൻ പറയണത്. എനിക്ക് അത്ര ഇറിറ്റേറ്റ് പിടിക്കില്ല. നോർമലാണ്. പക്ഷെ ഞാൻ ഈ കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് പോയാൽ എൻ്റെ കളർ അപ്പോഴേ മാറും. അതേമാതിരി അവിടെ നിന്ന് ഇവിടെ വന്നാലും മാറും. പിന്നെ ഒരു 1 വീക്കുള്ളിൽ മാത്രം ഒരു മാറ്റം വരുള്ളൂ. എനിക്ക് വെള്ളം മാറിയതിന് ഓൺലി ഞാൻ സോപ്പ് യൂസ് ചെയ്യില്ല. സോപ്പ് ഇല്ല, നീ ചിരിക്കരുത് കേട്ടോ. ഓൺലി കൗ മിൽക്ക്. ഞാൻ മുഖത്ത് മാത്രം 2 സ്പൂൺ മതിയാവും പശുമ്പാല്. നമ്മുടെ രാജീവ് ദീക്ഷിതിന്റെ ഒരു ഇതുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ സോപ്പ് യൂസ് ചെയ്യില്ല മുഖത്ത്. സോപ്പ് യൂസ് ചെയ്യില്ല. എന്നിട്ട് എന്താണ് അപ്പൊ പറയാ? എനിക്ക് അയ്യോ, അതിലെന്താ, ഞാൻ പശുമ്പാലിന് മുഖത്ത് സ്ക്രബ് ചെയ്യുള്ളൂ. ഒരു 2 സ്പൂൺ സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പാല് സ്പൂൺ. പക്ഷെ ചിലപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അതെടുത്തിട്ട് ചെയ്ത് അഴുക്ക് പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വരെ. പക്ഷെ ഇനി എനിക്കറിയില്ല, അതില് സോപ്പ് തേക്കില്ല മുഖത്ത്. അതറിയില്ല, എനിക്കിഷ്ടമല്ല മുഖത്ത് സോപ്പ് തേക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഓൺലി ചിലപ്പോൾ ക്രീം തേക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ക്യൂട്ടിക്യൂർ പൗഡർ. അമ്പിളി എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു. പൗഡർ അത് നമ്മൾ ലൈവിൽ വന്നാൽ എല്ലാവരും സന്തോഷമായിരിക്കണം. അതെ ഏട്ടാ. ഇപ്പോൾ തിരൂരിലുണ്ടോ? എന്താ മുഖത്ത് സോപ്പ് ഇടില്ല എന്നാ പറയണത്? എനിക്കറിയില്ല കേട്ടോ. ഞാൻ സോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അവിടെ നിന്നിട്ട് ഒരു 4 പാലെടുത്തിട്ട് മുഖം കഴുകുക. 2 സ്പൂൺ പാല് മതി. ഒരു പാല് ഒഴിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് കഴുകി വിട്ടാൽ മതി. പിന്നെ രാജീവ് ദീക്ഷിത് പറഞ്ഞാൽ നമുക്ക് ശരീരം, നമ്മുടെ ഫുൾ ബോഡിക്ക് 2 സ്പൂൺ മതി എന്ന് പറയും. സ്പഞ്ച് ചെയ്തിട്ട് ചെയ്താൽ അഴുക്ക് പോകുമെന്ന് പറയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ ചിലവർക്ക് ഈ ജോലിയൊക്കെ പോകുന്നവർക്ക് എന്ത് തുണിയിൽ മുക്കിട്ടേക്ക് ഞാൻ ഒരു നല്ലതുണ്ടാകും. എനിക്കെന്താ, ഞാനിങ്ങനെ ചെയ്യുന്നു, അത്ര തന്നെ. നല്ലതുണ്ടാവൂലേ? ആ പാല്, പശുമ്പാല്. അതിന് മുതൽ ഞാൻ സോപ്പ് വയ്ക്കുന്നില്ല കേട്ടോ. എന്തായാലും പാലിൽ നമുക്ക് നോക്കാം. 2 സ്പൂൺ പാലല്ല, ഞാൻ വാങ്ങുന്നുണ്ട് പാൽ. എന്തായാലും കുട്ടിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. മാരെ റിസൾട്ട് പറഞ്ഞാൽ അത് നമുക്കറിയാം. പശുമ്പാല് തേച്ചാൽ ഉണ്മയാ, സത്യമായിട്ടും. അതെ, എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല. ഞാൻ എന്താ അറിയുന്നു ചേച്ചി. പക്ഷെ കയ്യിലൊക്കെ സോപ്പ് തേച്ചിട്ട് പശുപ്പാൽ. അയ്യോ, ഞാൻ ആദ്യം മൊത്തം പാല് കൊണ്ട് കുളിക്കണമെങ്കിൽ എന്തായാലും 5 ലിറ്റർ പാല്. ഒരു 10 ലിറ്റർ വേണ്ടി വരും തോന്നുന്നു അവിടെ കുളിക്കൊക്കെ. അതും പോരാ, 10 ലിറ്റർ പോരാ, ഒരു ബക്കറ്റ് മുഴുവൻ പാല് വേണ്ട. പറയുന്നത് ഒരു 1/4 ഗ്ലാസ് പാലുണ്ടെങ്കിൽ. പക്ഷെ മേലിൽ സൂപ്പർ. എന്താണ് ക്ലോറസ്? അത് പറഞ്ഞ എന്താണ് സാധനം? ശരത്ത് അനിത ഒന്നും മുഖത്ത് എന്താണ് തടണ്ട. ഇപ്പോൾ സുന്ദരി തന്നെ. അല്ല, സുന്ദരി ആകാനല്ല. അമ്പിളി എന്താണ് ഇഷ്ടം? വിനോദം. എന്താണ് വിനോദം ഇഷ്ടം? വിനോദം. ടീച്ചർ ഹസ്ബൻഡിന്റെ പേര് ഒരിക്കലും മറക്കില്ല. രാജേഷ്, എന്റെ മൂത്ത മകന്റെ പേരാണത്. അല്ല, ഇതിന്റെ ഹസ്ബൻഡിന്റെ പേര് രാജേഷ് തന്നെ. അതെ, എങ്ങനെ മനസ്സിലായി? ഞാൻ നിങ്ങൾ വീഡിയോ അതിലിട്ടിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഇതിലാണ്. അമ്പിളിക്ക് കുട്ടികൾ എത്ര പറഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ സ്മാർട്ടാണ്. ആദ്യമായാണ് ലൈവിൽ എന്നെ നേരത്തെ ഇല്ല. എന്നെ തോന്നാത്തതില്ല. ഇന്നത്തെ ലൈവ് സൂപ്പറാണ് കുട്ടി. ടീച്ചറുടെ ക്ലാസ് പുതിയ അറിവുകൾ. അതേട്ടാ, പിന്നേട്ടാ ഞാനൊരു അറിവ് പഠിച്ചു. പാല് കൊണ്ടുപോകും കഴുകുക. ഞാൻ നോക്കാം എന്തായാലും. തന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് വാട്സപ്പ് നമ്പർ ഒന്ന്, കുറച്ചുകൂടി വീഡിയോകളുണ്ടല്ലോ, കുറച്ച് ശരിയാണോ? ഇല്ല ഏട്ടാ, ശരിയല്ല വിനോദേട്ടാ. എന്തൊക്കെയോ
ആരോപണങ്ങൾ, ആരോപണങ്ങൾ എന്നല്ല പറയാ, ഫേക്ക് എന്തൊക്കെയോ നമ്പറുകൾ. എന്റെ ഫോൺ നമ്പറൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒന്നും ഞാൻ വെച്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കുട്ടിക്ക് ഇജ്ജ് പാലിലാണ് കൂലി, അതിന്റെ കുട്ടി ഇജ്ജ് പാലിലാണ് കൂലി. ഞാനല്ല, ഞാന് ഇനി ചെയ്യാന്ന് പറയണത്. എന്ത് ചെയ്യാനാണ് അമ്പിളിക്ക് ഇഷ്ടം? എന്ത് ചെയ്യാനാണ് അമ്പിളിക്ക് ഇഷ്ടം? എന്താണ് ഹോബി? എന്താണ് ചേച്ചിക്ക്? പറയും. അങ്ങനെയൊന്നുമില്ല. ഉറങ്ങാൻ ഇഷ്ടല്ലേ? ചിരിക്കാൻ ഇഷ്ടല്ലേ? ചിരിക്കാൻ ഇഷ്ടം. ഡാൻസ് കളിക്കാൻ ഇഷ്ടല്ലേ? അതാണ് ചോദിക്കുന്നത് അവര്. എന്താണ് ഇഷ്ടം എന്ന് പറയും. എല്ലാം ഇഷ്ടം. ഞാൻ പോകുന്നു. ഗിരീഷ് കുമാരേട്ടാ പോവാണോ? എന്താ? അയ്യോ, ഗിരീഷേട്ടാ സങ്കടത്തോടെയാണ് പോണു പറയണത്. എന്താ ചേച്ചി പറയും? എല്ലാ ഡാൻസും ഇഷ്ടമാണ്. എല്ലാ ഡാൻസും സിനിമാറ്റിക്, ഇങ്ങനെ പാമ്പണ കണ്ണൊക്കെ ഒതുങ്ങുന്നു. പിന്നെ സിനിമാറ്റിക് സിനിമാറ്റിക് ഇഷ്ടം. അഭിനയിക്കാൻ ഇഷ്ടമാണ്. അഭിനയൊക്കെ വരുവോ? എനിക്കെല്ലാവരും. പിന്നെ അഭിനയിക്കുന്നതല്ലേ. എന്നിട്ട് ഒന്നും എന്തെങ്കിലും ഇപ്പൊ ഒന്ന് കാണിച്ചു ശിങ്കാരം സിനിമയിൽ പറയുന്നത്. അനിതയുടെ നമ്പർ എനിക്ക് തരുമോ? സാധ്യത സോണി ഹായ്. ഏതില് എന്റെ നമ്പറോട് പറയാൻ പറഞ്ഞ നമ്പർ കൊടുക്കാൻ പാടില്ല. പിന്നെ എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കില്ലേ? നമ്പറൊന്നും കൊടുക്കാൻ പാടില്ല ആർക്കും. നമ്പർ കിട്ടാൻ എല്ലാരും വിളിക്കില്ലേ? അപ്പൊ നമുക്ക് ലൈവ് ചെയ്യാൻ നോക്കാം. അവര് വിളിക്കും. അവര് വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കുറെ നേരം സംസാരിക്കത്തില്ല. നല്ലതുണ്ടാവും, ചീത്തയുണ്ടാകും. അറിയാം എനിക്ക്. ഞാൻ അതെ അതാണ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഫുട്ബോൾ കളി ഇഷ്ടം. ഒരു പാട്ട് പാടാമോ അമ്പിളി? ഇന്ന് ഒരു മാതിരി ശരിയില്ല. അതാ പാട്ട് പാടി കൊടുക്ക്. ചോദിക്കുമ്പോ ഒരു പാട്ടൊക്കെ പാടി കൊടുക്കണം. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുമോ? പാടുമോ? പാട്ട് പാടും. My side network very slow. Bye. Oh மணி சும்மா சொல்றாதீங்க. இருக்கீங்க ടീച്ചർ എഫ്ബി ഉണ്ടാക്കരുത് പ്ലീസ്. ഫേസ്ബുക്ക് ഉണ്ടാക്കണ്ടാ പറയുന്നത്. തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ അതിലൊക്കെ പോയ പല രീതിയിലും അറിയില്ല. എന്ത് കുറ്റം പറയണേ? നമ്മള് ഫേസ്ബുക്കിലില്ല. എന്താണ് കുറ്റം പറയണത് ഫേസ്ബുക്കിന്? നമ്മളങ്ങനെ ഫേസ്ബുക്കിന് കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല, അതൊരു സോഷ്യൽ മീഡിയ ആണ്, അത്ര തന്നെ. അതിലിപ്പോ എന്താ കുറ്റം? നമ്മൾ കറക്റ്റായിരുന്നാ പോരെ ഏട്ടന്മാരെ? നോക്ക് പറയണ ഫേസ്ബുക്കിന് കുറ്റം ഗംഭൂരിട്ട് പറയണ എടുക്കണ്ട പറയുന്നത്. ഇൻസ്റ്റാഗ്രാം അതൊന്നും എനിക്കില്ല. ഞാൻ അതിൽ കുഴപ്പമില്ല. നമ്മൾ കറക്റ്റായിരുന്നില്ല, നോക്കിയിട്ടില്ല. ഇതുവരെ നോക്കിയിട്ടില്ല ഇൻസ്റ്റാഗ്രാം ഒന്നും. അമ്പലിക്ക് സോഷ്യൽ മീഡിയ എന്താണ് അറിയില്ല, അതാണ് എന്റെ കൂടി. അത് കേട്ടാ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ഈ 4 ചുമരുകളുടെ ഉള്ളിൽ മാത്രം. ഞാൻ ഈ സ്മാർട്ട് ആയത് എന്റെ ഗ്രൂപ്പിൽ വന്നിട്ടാണ്. ഞാൻ എനിക്ക് അത് അവിടെ തന്നെ ആയിരുന്നു ഒരു വർഷത്തിന് മുന്നിൽ 4 ചുമരുകളിൽ തന്നെ. ഇപ്പോഴും അതന്നെയാണ്, ചുമരുകളിൽ തന്നെയാണ്. പക്ഷെ ഞാന് ഈ ലൈവൊക്കെ ചെയ്ത് റീൽസ് ഒക്കെ ചെയ്ത് കുറച്ച് പേരും തള്ളൽ മാത്രമേ മെസ്സേജ് വായിക്കുന്നില്ല. എല്ലാം വേണം അമ്പിലേ. അതെ വേണ്ട ടീച്ചറെ. ടെൻഷൻ കൂടും. എന്തിന്? നമ്മൾ അതിനൊക്കെ ടെൻഷൻ കൂടുന്നതിന് നിന്നാതല്ലേ ടെൻഷൻ. ഇല്ലെങ്കിൽ അത് ടെൻഷൻ ആണോ ഏട്ടാ? ഗഫൂറേട്ടാ വിളിക്കുന്നത് അത്യാവശ്യത്തിനാണ്. അതിന് അനിതേ, അല്ലാതെ ഞാൻ ആരെയും വിളിക്കാറില്ല. ഏട്ടനെ അല്ല പറഞ്ഞേട്ടാ, ഫേസ്ബുക്കിൽ നമ്പർ ഇട്ടാലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഏട്ടനെ ഒന്നും പറഞ്ഞില്ല. ഏട്ടൻ എന്താ ഞാൻ വിളിക്കാട്ടാ. ഏട്ടൻ നമ്പർ ഞാൻ ഭദ്രമായിട്ട് എടുത്ത് വെച്ച് എന്റെ ഫോണിൽ സേവ്ഡ് ആണ്. അനിതയുടെ മുഖത്ത് ഇന്ന് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ വേണം എന്നും, അതാണ് എന്റെ പ്രാർത്ഥന. ഓക്കെ ശരത്തേട്ടാ. എനിക്ക് എപ്പോഴും മൂഡ് ഓഫ് ആണ് കേട്ടോ. ജപ്തി നോട്ടീസ് ഞാൻ പറഞ്ഞില്ല. ഒന്നും ആയിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് 45,000 രൂപ കെട്ടണം.
ടീച്ചർ ലോൺ എടുത്തതിനെ പറ്റി എനിക്കിതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, അതിന്റെ നോക്കിയിട്ട് അതിന് സ്റ്റേറ്റ്മെന്റ് വേണത്രേ 6 മാസത്തെ. അതിൽ എന്തുണ്ട് പൈസ? 500,000 വന്നതോ? ഇതിപ്പോ അത് നമ്മൾ പറയുന്നവര് കേൾക്കും. உண்மையதா நெட்வொர்க் ஸ்லோ. சாரி பா ഇല്ല ഇല്ല ഞാൻ പോയി சொல்றீங்க. ഏതാ ഈ ടീച്ചർ വീട്ടിന്റെ അടുത്തില്ലേ ഏട്ടാ? ജോസഫ് ഏട്ടാ വീട്ടിന്റെ അടുത്തിലാണ് ഏട്ടാ. നമ്മുടെ വീട്ടിന്റെ അടുത്ത് വീടാ. കുട്ടികൾ ഇവിടെയാണ് ട്യൂഷൻ പഠിക്കാൻ വരുന്നത്. റാണക്ക് ചാണക്ക് കുറച്ച് ബുദ്ധി കൂടി പറഞ്ഞു കൊടുക്കുക അനുദിക്കോ ടീച്ചറെ. ഇതിങ്ങനെ ഒരുപാട് നേരം സൗഹൃദം നല്ലതാണ് അമ്പിളി. എന്തിനും കൂട്ടുകാർ കൂടെ ഉണ്ടാവും. എന്റെ ഗ്രൂപ്പില് എനിക്ക് ഭയങ്കര, ഞാൻ ഇന്ന് ആദ്യമായിട്ട് വരുമ്പോ എന്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടും കൂടി വന്നിരുന്നു. മിഞ്ഞാന്ന് പെട്ടെന്ന് എന്താ വന്നല്ലോ, അന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിൽ വലിയൊരാളുണ്ട്, എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് തന്നെ വന്നത്. ഇന്നും അതേമാതിരി എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിന് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഇതൊരു പബ്ലിക്കായിട്ട് പോകുന്നല്ലേ, നാളെ വേണ്ട ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമ്മൾ പറയണമെന്നത് ഞാൻ പറഞ്ഞു. അവരൊന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷെ അവർ എൻ്റെ ഫോണിലാണോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. നല്ല കുട്ടികൾ, നല്ല ഫ്രണ്ട്സാണ് അവർ. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നിട്ട് 4 വർഷം അല്ല, ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമായി. അത്രയും എന്താ പറഞ്ഞാൽ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും സൗഹൃദവുമാണ് അവിടെ. കാരണം പറഞ്ഞാൽ അവർ വൈകുന്നേരങ്ങളിൽ എല്ലാവരും അവരവരുടേതായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞൊരു വളരെ സൗഹൃദം. പല വീടുകളിലുള്ളവർ ഒരുമിച്ചുള്ള ഒരു കുടുംബമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ സെൻറ് തോമസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ പിന്നെ പലപ്പോഴും ഓപ്പണായി പറയും. എപ്പോഴും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് എൻ്റെ ഗ്രൂപ്പ്. അത് ഭയങ്കര സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തന്നെയാണ്. വർഷങ്ങളായി ഞങ്ങൾ ആ ഒരു കാരണം ഒപ്പം പഠിച്ച കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ പഠിച്ച കുട്ടികളുണ്ട്. ഇതുവരെയ്ക്കും ആ സൗഹൃദം അങ്ങനെ പോകുന്നത്. അതിനപ്പുറം ഒന്നും ഇല്ല പറയാൻ. ഇല്ല, എത്ര മെസ്സേജ് അയച്ചു, ഒന്നും വായിച്ചില്ല. ടാറ്റാന്ന് പോകരുതേട്ടാ. ദിലീപ് കുമാർ ഏട്ടാ ഇല്ല, ഒതുങ്ങി പോയില്ല ഏട്ടാ. ടീച്ചർ വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളെപ്പോഴും കാണുകയല്ലേ, നമ്മള് വൈകുന്നേരത്തും കാണാലോ. ടീച്ചർ വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാ. ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകട്ടെ. എൻ്റെ അടുത്ത് ഇങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം, നല്ലതല്ലേ. പാട്ട് ഡാൻസ് ഒക്കെ കാണാം. അയ്യേ ഇല്ല കേട്ടോ. സാമ്പാർ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, അപ്പോൾ തീരും. എന്റെ കയ്യില് നമ്പർ ലിങ്ക് ആകില്ല. അന്നുമ്പോ ഇനി ലോണൊന്നും എടുക്ക്, ഇതേമാതിരി പോയാൽ മതി. എടുക്കണ്ട ഇതേമാതിരി. ഏതേമാതിരി ഇതൊന്നും പടക്കണ്ട പോവല്ലേ. അതെ, അന്ന് അത് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പാന്നോ ചോദിക്കില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പൊ എവിടെയും പുറത്ത് പറയുന്നിട്ടില്ല. ആ പോസ്റ്റ് കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തരാം. വേണ്ട വിനോദോട്ടെ, ഞാൻ കാണുന്നുണ്ട്. നമ്മളൊക്കെ ഓരോ റീൽസ് കാണുമ്പോ എന്റെ റീൽസ് എനിക്കേ വരും. ആരെങ്കിലും സേവ് ചെയ്ത്, ആരെങ്കിലും ഇത് ചെയ്ത് വെച്ചത് ഫോൺ നമ്പർ വെച്ചിട്ട് പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാ. എന്ത് ചെയ്യാനായിട്ടാ വിനോദേട്ടാ? നമ്മള് പബ്ലിക്കായിട്ട് ഫോട്ടോ വീഡിയോസ് എല്ലാം ചെയ്യുന്നു. അവര് ഓരോന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് ചെയ്യുന്നവർ ചെയ്യട്ടെ. അതാണ് അവരുടെ സന്തോഷം എന്ന് വെച്ചാൽ നടക്കട്ടെ. എന്തുണ്ടോ ഇത്? ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് ആവശ്യമില്ലാത്തതൊക്കെ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ എല്ലാ പ്രശ്നം. നമ്മള് കറക്റ്റ് മതിയല്ലോ. നമ്മളങ്ങനെ അല്ലാന്ന് നമ്മുടെ ഫ്രണ്ട്സുമാർക്ക് അറിയാലോ. അത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ആരാണെന്ന് ഫ്രണ്ട്സുമാർക്ക് അറിയാം. അപ്പൊ പിന്നെ നമ്മളെന്തിനാ പേടിക്കേണ്ട ആവശ്യം? മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. അപ്പൊ എന്താണ് അപ്പൊ എത്ര സിനിമ നടികളുടെ ഫോട്ടോ വെച്ചിട്ട് എന്തൊക്കെ കാണിച്ചു അവരൊന്നും കാര്യമായിട്ടില്ല. എന്താണ് കറന്നു പോയാ?
ഫോണ് സ്ക്രാച്ച് വീണിട്ടുണ്ടോ, പൊട്ടിയിട്ടുണ്ടോ തന്റെ ഫോണ്? നന്നായി പൊട്ടിയിട്ടുണ്ട്. ഫോൺ മൊത്തം ഡാമേജാണ്. പാവൻ ടീച്ചർ ഒന്നും അറിയില്ല. പാവൻ ടീച്ചർക്കും ഒന്നും അറിയില്ല. ചെമ്പരത്തിപ്പൂൾ എവിടെ ഒരു വിവരവും ചെമ്പരത്തിപ്പൂൾ എവിടെ ഒരു വിവരവുമില്ല. എനിക്കും അറിയില്ല കേട്ടോ, ഞാനും ഒരു വിവരവും കാണുന്നില്ല. ഒരു ലൈവ് ഇട്ടുന്ന ചേച്ചിയാണ്, ഇവിടെ അല്ല, അവര് കുറച്ച് വെളി രാജ്യത്താണ്. അപ്പൊ അവിടുത്തെ ആ ചേച്ചിന്റെ പേരാണ് ചെമ്പരത്തി. അപ്പൊ അവര് എന്നാൽ ശരി അന്നമ്മോ, എനിക്ക് ഒരു കോൾ വരുന്നുണ്ട്, രാത്രി ലൈവിൽ കാണാം. ശരി കേട്ടോ. എത്ര മണിക്കൂറായി വന്നിട്ട്? ഞാൻ 1 മണിക്കൂറായാ ഫ്രണ്ട്സ് ചേട്ടന്മാരെ? അനിതയെ എപ്പോഴും ലൈവിൽ കണ്ടാൽ മതി, അതാണ് മനസ്സിന് സന്തോഷം. നോക്കേണ്ട അമ്പിളി എടുക്കാൻ. അപ്പോൾ അമ്പിളിയുടെ കൂടെ പഠിച്ചവർ അറിയുന്നവർ മാത്രം ഫ്രണ്ട് ആക്കുക, അപ്പോൾ കുഴപ്പമില്ല. അതെ, അറിയുന്നവരിനെ മാത്രം ഫ്രണ്ട്സ് ആക്കിയാൽ മതി. ഫ്രാൻസിലാണ് ചെമ്പരത്തി. ഫ്രാൻസിലാണ്. ഫ്രാൻസ്. അങ്ങോട്ട് പോയോ കുട്ടി? ആ കുട്ടി കേരളത്തിലെ ഒരു കുട്ടിയാണ്. അവിടെ പോയിട്ട് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആരും ഹാക്ക് ചെയ്തു വീഡിയോ അല്ല, അങ്ങനെ ഹാക്ക് ചെയ്തപ്പോ നമ്മുടെ അക്കൗണ്ട് എന്റെ കയ്യിലെത്തി. അപ്പൊ അത് കാരണം ആ ചേച്ചി ഇപ്പൊ ലൈവിൽ വരാറില്ല. പുതിയതൊന്നും എടുത്തു എന്തോ മൂഡ് ഓഫ് ആവും. നല്ല നമ്മൾ ഈ ലൈവ് പോലെ കാണുന്നവരാ. നമ്മൾ ഇപ്പൊ ലൈവ് ചെയ്യുന്നില്ല. അതുപോലെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, നല്ലൊരു സ്വഭാവമുള്ളൊരു ചേച്ചിയായിരുന്നു. എന്തും നല്ല തുറന്ന് സംസാരിച്ച് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ പാവം ഇപ്പൊ വരാൻ കഴിയില്ല. 1 ലക്ഷം പേരുണ്ടായിരുന്നു. 1 ലക്ഷം പേര് ഇപ്പൊ എന്തേലും വന്നിട്ട് 3 ലക്ഷം സംതിങ്. ഇല്ല, വരില്ല. ഇവർക്കൊക്കെ ജോലി തിരക്കുകളൊക്കെ ഉണ്ടാവില്ല. ഈ ജോലി ഇല്ലാത്തവരെന്നല്ല, തിരക്കില്ലാത്തവര് വന്ന് നോക്കിയിട്ട് പോകും, സംസാരിച്ചിട്ട് പോകും. വൈകിട്ട് എത്ര മണിക്ക് വരുന്ന ലൈവില്? പകല് സമയം കുറവാണ്. അതെ അല്ലേ, രാത്രി. അതെ, ഞാനൊരു 9:30 വരട്ടാ. ദിലീപ് കുമാർ. ഞാൻ ഉറങ്ങട്ടെ. വൈകുന്നേരം കാണാം അനിതക്കുട്ടി. ഓക്കെ ഏട്ടാ, പിന്നിലേട്ടാ. ഞാനും ഉറങ്ങട്ടെ. ശരി, പോയി ഉറങ്ങിയേട്ടാ. നോമ്പെടുത്ത് വർക്കും ചെയ്ത് അമ്പിളിക്ക്. അതെ അവരവന്റെ ഫ്രണ്ട്സുമാരിനെ ആക്കിയ പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നത്. നമ്പറൊന്നും ആർക്കും കൊടുക്കണ്ട, അതൊക്കെ കൊടുത്താൽ ആകെപ്പാടെ കുഴപ്പവും ഇങ്ങനെ തന്നെ മതി. അതായിരിക്കും നല്ലത്. ഓക്കെ ദിലീപ് കുമാർ ഏട്ടാ. അപ്പൊ പോസ്റ്റ് കാണുമ്പോൾ എവിടെ പോയത്? ആ പോസ്റ്റ് കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു. വൈകുന്നേരം കാണാൻ എൻ്റെ കുട്ടി. ഓക്കെ ദിലീപ് കുമാർ ഏട്ടാ. എനിക്ക് ആരെങ്കിലും ഞാൻ എത്ര നേരമായി വന്നിട്ടെന്തെങ്കിലും ഫിനിഷിട്ട് പോയാ. അമ്പിളി പേജ് ആക്കണ്ട, അല്ലാതെ തുടങ്ങിയാൽ മതി. പേജ് ആക്കണ്ട, അക്കൗണ്ട് തുടങ്ങിയാൽ മതി എന്നാ പറയുന്നത്. പ്രശ്നമൊന്നും വലിയ. വേറെ ആർക്കെങ്കിലും കാണാതിരിക്കും ബ്ലോക്ക് ചെയ്ത് വെക്കുക, എല്ലാം ചെയ്യാം. എന്റെ ഫുള്ള് പബ്ലിക്കാണ്, തുറന്ന പുസ്തകം പോലെയാണ്. എന്റെ ഓപ്പൺ ചെയ്ത ഉടനെ എന്റെ വീഡിയോസ്, എന്റെ ഫോട്ടോസ് എല്ലാം ഓപ്പൺ ആണ്. ചേച്ചിന്റെ അത് അടച്ചു വെക്കാം. 2 റിക്വസ്റ്റ് കൊടുക്കും. മുഖം അറിയുന്ന ഫ്രണ്ട്സ്, നമ്മൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് ആണോ നമ്മൾ ഫ്രണ്ട്സ് ആക്കുക. അങ്ങനെ ഒന്ന് വെക്കും. മുഖം അറിയുന്ന ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കും അവര്. ഫ്രണ്ട്സ് ആക്കുമ്പോ നമ്മൾ ഓക്കെ കൊടുക്കുമ്പോ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കും. അപ്പൊ അത് ശരിയെന്നാ. ഫോണ് വന്നതാണേ, സോറി. ഫോണ് വേറെ ചാർജ് നിൽക്കുന്നില്ല. അപ്പൊ ശരിയെന്നാ ഫ്രണ്ട്സ്, വൈകുന്നേരത്ത് കാണാട്ടോ. സ്പെഷ്യല് തന്നെ അമ്പിളി പേജ് ആക്കണ്ട. ഇല്ല, സ്പെഷ്യൽ അമ്പിളി എന്താണ്? നോമ്പല്ലേ, അത് കാരണം
ഓക്കെ ബൈ ബൈ. ടാറ്റാ ഫ്രണ്ട്സ്, വൈകുന്നേരത്ത് കാണാവേ. ഇതെന്താ